ശ്രീനാരായണ സദ്ഗുരു ഗുരുകൃപാവാരാന്വിതേ നാഥ ത്വത്പദപങ്കജസ്മൃതിരിമാൻ ശുദ്ധീകരത്വജ്ഞസ ധർമ്മസ്ഥാപനകർമ്മലോലുപമദേ ത്വം ബ്രഹ്മരാധോ അഭവ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമിദം നാരായണായന്യകം. ഇത്രയും സ്നേഹാദരങ്ങളുള്ള ഗുരുകുലത്തിൻ്റെ സെക്രട്ടറി ഇൻചാർജായിട്ടുള്ള ശ്രീമദ് അഭേദാനന്ദ സ്വാമികൾ, ഇവിടെ സാന്നിധ്യമുള്ള വിശ്വസംസ്കാര ഭവൻ്റെ ചുമതലയുള്ള ശ്രീമദ് ശങ്കരാനന്ദ സ്വാമികൾ, സന്നിഹിതരായിട്ടുള്ള ഗുരുദേവ ഭക്തരെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും ഈശ്വരബുദ്ധ്യ പ്രണാമം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തിരുവവതാരം ചെയ്തതായ പാവനമായ ഈ മണ്ണിൽ ഭഗവാൻ ബാല്യകാലത്ത് ചെമ്പഴന്തിയിൽ നിന്ന് ഉപരിപഠനത്തിനായിട്ട് കുറച്ചു കാലം വിട്ടുനിന്നു. ബാക്കി തപസ്സിനായി ഇവിടം വിട്ടുപോകും വരെയുള്ള കാലഘട്ടം മുഴുവൻ ആ ശ്രീപാദങ്ങൾ പതിഞ്ഞതായ മണ്ണിലാണ് നമ്മളിരിക്കുന്നത്. ആ മണ്ണിലിരുന്നു കൊണ്ട് ഇന്ന് നമ്മൾ ഈ ഏതാനും ദിവസങ്ങളായിട്ട് നടന്നു വരുന്ന കൺവെൻഷൻ്റെ ഭാഗമായി ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ അരിയുപ്പുറത്ത് വെച്ച് പറഞ്ഞു കൊടുക്കുകയും അവിടുത്തെ പ്രഥമ ശിഷ്യനായ ശിവലിംഗദാസ് സ്വാമിയുടെ നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുകയും, ഞാൻ നോട്ട് ബുക്ക് കണ്ടിട്ടുണ്ട്, ചുവന്ന നോട്ട് ബുക്കാണ്, അതിൻ്റെ ഒറിജിനൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക, അതിൽ മുഴുവൻ ഉപാസനാ മന്ത്രങ്ങളാണ് ബുക്കിൽ. അതിൽ തന്നെയാണ് ആത്മബോധം എന്ന കൃതി, ആത്മബോധത്തിൻ്റെ ആദ്യത്തെ രൂപം ആ നോട്ട് ബുക്കിൽ തന്നെ കണ്ടു. അപ്പോൾ ചെമ്പഴന്തിയിൽ വെച്ച് ഭഗവാൻ ആദ്യമായി തൃക്കൈ കൊണ്ട് പ്രതിഷ്ഠ നടത്തിയ ആ മഹാദേവ സന്നിധിയിൽ വെച്ച് ശിവലിംഗദാസ് സ്വാമി ഭഗവാന്റെ തിരുമുഖത്ത് നിന്ന് എഴുതിയെടുത്തതായ പാവനമായ കൃതി ശിവപ്രസാദ പഞ്ചകം, ആ ശിവപ്രസാദ പഞ്ചകത്തെ നമ്മളിവിടെ വിചാരം ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ സ്വാഗത പ്രസംഗകൻ പറഞ്ഞ പോലെ ചെമ്പഴന്തിയിലെ മണ്ണിൽ അനേക വർഷങ്ങളായിട്ട് 2 പതിറ്റാണ്ടായി, 1 പതിറ്റാണ്ടല്ല, ലളിത ടീച്ചറൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഗ്ലോബൽ ഫൗണ്ടേഷൻ ഫോർ ശ്രീനാരായണ ഗുരുസ് ഡോക്ട്രിൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പഠനവേദി പ്രവർത്തിക്കുന്നു. ആ പഠനവേദിയുടെ ഭാഗമായിട്ട് 2002 തൊട്ട് എല്ലാ മാസവും, കൊറോണ വരെ തുടർച്ചയായിട്ട് വന്നിരുന്നു, കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും വന്നു തുടങ്ങി. അപ്പോൾ ശിവപ്രസാദ പഞ്ചകം അതിൻ്റെ പദാർത്ഥവും അന്യാർത്ഥവും ഒക്കെ സഹിതം ഇവിടെ വിചാരം ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ആ പദ്യത്തിലേക്ക് നോക്കുമ്പോൾ ഒരു സാധകന്, ഒരു ഉപാസകൻ
തൻ്റെ സാധനാ ജീവിതത്തിന് ആയി തത്വനിർദ്ദേശം ചെയ്യുന്നതായിട്ട് നോക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ പതിഞ്ഞ ചില ഭാഗങ്ങളെ നമുക്കൊന്ന് വിചാരം ചെയ്യാം എന്ന് വിചാരിക്കുന്നു. സാധനാ പാഠം, ഇപ്പം ഏത് കൃതിയാണെങ്കിലും ആ കൃതിയിൽ അതിനൊരു പദാർത്ഥമുണ്ടാവും, അന്വയാർത്ഥം, അത് വെച്ചിട്ട് കിട്ടുന്ന വാച്യാർത്ഥം, അതിൽ നിന്ന് ലക്ഷ്യാർത്ഥം, ഒപ്പം തന്നെ ഒരു ഉപാസകൻ അതിൻ്റെ വെളിച്ചത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ട പാഠങ്ങൾ, ഈ 4 അംശങ്ങൾ എപ്പോഴും അവിടെ വരും. അതിൽ ഇന്ന് നമ്മൾ ഒരു ഉപാസകൻ പ്രാക്ടീസ് ചെയ്യേണ്ട ഭാഗം സാധന പാഠം, ശിവപ്രസാദ പഞ്ചകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന സാധനാ പാഠം ചെറിയൊരു സമയം കൊണ്ടിട്ട് നമ്മളൊന്ന് പരിചയപ്പെടാൻ ശ്രമിക്കും. അതിൽ 1-ാം പദ്യത്തിൽ, പദ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്, അതിൻ്റെ 1-ാം പദ്യത്തിൻ്റെ ഭവനാടകമാടും മരും പൊരുളെ. ഈ 1-ാം പദ്യത്തിൽ ഒരു ഉപാസന തുടങ്ങുമ്പോൾ ഒരു ഉപാസകൻ, ഒരു ഭക്തൻ, ഒരു സാധകൻ, അയാളുടെ മുമ്പിൽ അയാളുടെ അനുഭവതലത്തിൽ 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് അടിസ്ഥാനപരമായി ധരിക്കണം. അതാണ് ഈ പദ്യത്തിൽ ഉള്ളൊരു തത്വനിർദ്ദേശം. 3 കാര്യങ്ങൾ. ഒന്ന്, ഈ ലോകം, നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടല്ലോ ലോകം. ഇത്തിരി മുമ്പ് ഊണ് കഴിച്ചു നമ്മൾ. ഊണ് കഴിക്കണം, ഊട്ടുപോരായിരുന്നു നമ്മുടെ ലോകം. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു. അപ്പം നമ്മുടെ മുമ്പിൽ ലോകം വരുന്നു. പിന്നെ ഈ ലോകത്തെ അനുഭവിക്കുന്നവനായിട്ടുള്ള ഈ ജീവൻ, ഞാൻ, പിന്നെ തൻ്റെ ഭഗവാൻ, ലോകം, ഭക്തൻ, 3 കാര്യം. അപ്പം ഈ 3 തമ്മിലുള്ള ബന്ധം എന്താണ്? 3 തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭവനാടകമാടും അരും പൊരുളെ, അരിയ പൊരുളെ, അവിടുത്തെ നാടകമാണത്. അരിയ പൊരുളെ, അവിടുത്തെ നാടകമാണത്. ഭഗവാൻ ഈ നാടകത്തിൽ എന്തൊക്കെ വേഷങ്ങൾ കെട്ടിയിട്ടുണ്ട്? ഭഗവാൻ തന്നെ അനേക വേഷം കെട്ടി നിൽക്കണം. നാടകത്തിൽ ആരൊക്കെ ഉണ്ട്? ഈ നാടകത്തിൻ്റെ സ്റ്റേജ് എവിടേക്കാണ്? 3 സ്റ്റേജിലായിട്ടാണ് നാടകം നടക്കുക. ഈ നാടകം 3 സ്റ്റേജിലാണ് നടക്കുക. 3 സ്റ്റേജോ? ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റേജ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഞാനും അഭയദാൻ സ്വാമിയുടെ സ്റ്റേജിൽ ഇരിപ്പുണ്ട്, ഞങ്ങൾ 2 പേരും. ഇനി അവിടെ സ്റ്റേജ് 3 സ്റ്റേജ് ഉണ്ടെന്നാണ് അത് പറയാം. പിന്നെ ഈ നാടകത്തിൽ ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ? കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ആളാണ്, പ്രധാന ആൾ. കേന്ദ്ര കഥാപാത്രം അഹങ്കൃതിയാണ്, ചിന്തയിലെ ഞാൻ. നമ്മുടെ ഉള്ളിലൊരു ഞാനിരിപ്പുണ്ട്, നമ്മളെല്ലാവരുടെ ഉള്ളിൽ ഞാനിരിപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മൈക്ക് പറയണു ഞാനും ഇവിടെ ഉണ്ട്, മൂളിക്കൊണ്ടിരിക്കുക മൈക്ക് കേട്ടോ. അപ്പോൾ ചിന്തയിലെ ഞാൻ, അഹങ്കൃതി, ചിന്തയിലെ ഞാൻ. വ്യക്തി, നമ്മളുടെ ഉള്ളിലൊരു വ്യക്തി ഉണ്ടല്ലോ. അച്ഛൻ, അമ്മയാണ് ഞാൻ, അച്ഛനാണ് ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, അങ്ങനൊരു വ്യക്തി ഇരിപ്പുണ്ടല്ലോ. ഞാൻ സന്യാസിയാണ്, ഞാൻ ഗൃഹസ്ഥനാണ്, അങ്ങനൊരു വ്യക്തി. അപ്പോൾ ആ വ്യക്തിയാണ് എൻ്റെ കേന്ദ്ര കഥാപാത്രം. ഈ വ്യക്തി ഉദിക്കുന്നതോടുകൂടി ആ വ്യക്തിയുടെ ചുറ്റും ബാക്കി കഥാപാത്രങ്ങളൊക്കെ ഉദിക്കും. അത് വലിയ അത്ഭുതമാണ്. ഈ കേന്ദ്ര കഥാപാത്രം ഉദിച്ചാൽ അതിൻ്റെ കൂടെ പൊന്തി വരും ബാക്കി കഥാപാത്രങ്ങളൊക്കെ. ആ വ്യക്തിയുടെ ചുറ്റുമുള്ള ബന്ധുക്കളും
നാട്ടുകാരും ഒക്കെ ഒതിച്ചു വരും. എപ്പോൾ ഈ 3 സ്റ്റേജിൽ, ഏതൊക്കെ 3 സ്റ്റേജ്? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി 3 സ്റ്റേജിലായിട്ട് നാടകം നടക്കണം എല്ലാ ദിവസവും. അതിൽ ഒരു സ്റ്റേജിൽ വരുമ്പോൾ എല്ലാ വേഷങ്ങളും അഴിച്ചു വയ്ക്കും. എല്ലാ വേഷങ്ങളും അഴിച്ചു വയ്ക്കും. ബാക്കി 2 സ്റ്റേജിൽ, ജാഗ്രത, സ്വപ്നം, ഈ 2 സ്റ്റേജിൽ അഹങ്കൃതിയും അഹങ്കൃതിയുടെ കൂടെയുള്ള കഥാപാത്രങ്ങൾ കൂടി നാടകം ആടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ നാടകം മുഴുവൻ ദുരന്ത പര്യവസാനിയാണ്, ശുഭപര്യവസാനിയല്ല. ഈ നാടകം ദുരന്ത പര്യവസാനിയാണ്. അതുകൊണ്ട് ഇതിൽ ഗുരുദേവൻ ഉടനീളം കളം, കരും എന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കറുപ്പ് എന്ന ദുഃഖത്തിൻ്റെ പ്രതീകം. അപ്പോൾ ആദ്യത്തെ പദ്യത്തിൽ പറയുന്ന ഇതാണ്: ഭഗവാൻ എന്ന അധിഷ്ഠാനത്തിൽ നടക്കുന്ന ഒരു നാടകം. ആ നാടകത്തിൽ കേന്ദ്രസ്ഥാനത്ത് ചിന്തയിലെ ഞാൻ. നമ്മളുടെ ഉള്ളിൽ ശരിക്കും 2 ഞാനുണ്ട്. ജാഗ്രസ്വപ്നങ്ങളിൽ കാണുന്ന അഹങ്കൃതിയും ജാഗ്രസ്വപ്നങ്ങളിലല്ലാതെ സുഷുപ്തിയിൽ കാണുന്ന നാമരൂപ രഹിതനായൊരു ഞാൻ, നാമരൂപ സഹിതനായൊരു ഞാൻ, വ്യക്തി, അഹങ്കൃതി. പ്രഥമ വികാരോ ഭവത്യഹങ്കാര. ആദ്യം പൊന്തുന്ന ചിന്തയാണ് ഞാൻ. ആ ചിന്തയിലെ ഞാൻ എല്ലാ ദിവസവും സുഷുപ്തി കഴിഞ്ഞ് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ ഉദിക്കുന്നതിന് മുമ്പ് 4:30 മണിക്ക് എണീറ്റാൽ 4:30 മണിക്ക് മുമ്പൊരു ഞാനുണ്ട്. ഒന്നും പറഞ്ഞില്ല, സുഖമായി ഉറങ്ങി എന്ന് നമ്മൾ അനുഭവിക്കുന്ന, സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നില, ഉറക്കം, ആനന്ദത്തിന് അവിടെ സഹജസ്ഥിതി, ആനന്ദസ്ഥിതി സഹജസ്ഥിതിയായിരിക്കുന്ന ആ സ്റ്റേജിൽ നിന്നും നമ്മൾ മറ്റൊരു സ്റ്റേജിലേക്ക് വരുന്നു. ദുഃഖത്തിന് സഹജസ്ഥിതിയായിരിക്കുന്ന ജാഗ്രതത്തിലേക്കോ സ്വപ്നത്തിലേക്കോ വരും. അങ്ങനെ വരുമ്പോൾ ആദ്യം പൊന്തുന്ന കഥാപാത്രമാണ് അഹങ്കൃതി. എല്ലാ ദിവസവും അഹങ്കൃതി പൊന്തിയാൽ അതിൻ്റെ കൂടെ പൊന്തും അതിൻ്റെ ബന്ധുമിത്രാദികൾ. അപ്പോൾ അങ്ങനെ ഒരു നാടകം എല്ലാ ജീവന്മാരും ആടിക്കൊണ്ടിരിക്കും. അങ്ങനൊരു നാടകം എല്ലാ ജീവന്മാരും ആടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ലോകം, ഞാൻ, ഭഗവാൻ, ഭഗവാനാവുന്ന അധിഷ്ഠാനത്തിൽ മനസ്സ് വന്ന്, ഒപ്പം തന്നെ മനസ്സിൽ അഹങ്കൃതിയും അനേക നാമരൂപങ്ങൾ വന്ന് നാടകം അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നു. ഭഗവാനാവുന്ന അധിഷ്ഠാനത്തിലാണ് ലോകവും ജീവനും നിൽക്കുന്നത്. ഇതാണ് ഇപ്പോൾ തമ്മിലുള്ള ബന്ധം. അടിസ്ഥാനപരമായി മനസ്സില്ലാത്തപ്പോൾ അത് ഭഗവാനാണ്. മനസ്സ് വരുമ്പോൾ അനേക നാമരൂപങ്ങളായിട്ട് അത് ആവിർഭവിക്കണം. നായ മാമതിയിൽ നിന്ന് 1000 ത്രിപടി വന്ന് എന്ന് പറയുന്നുണ്ടല്ലോ. അറിവിലിരുന്നൊരഹന്ത ആദ്യമുണ്ടായി ഗുരുദേവൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ 1-ാം പദ്യത്തിൽ തത്വനിർദ്ദേശം ചെയ്യുന്നത് ലോകവും ജീവനും ഭഗവാനും തമ്മിലുള്ള ബന്ധമാണ്. ഭഗവാൻ തന്നെ അനേക നാമരൂപങ്ങൾ ധരിച്ച് ആടുന്നൊരു നാടകമാണ് ഇത്. ഇനി 2-ാം പദ്യം. 2-ാം പദ്യത്തിൽ നമ്മുടെ അവസ്ഥ കുറച്ച് മോശമെന്നാണ് പറയുന്നത്. കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ. നമ്മൾ ഒരു ദുഃഖക്കടലിൽ വീണുപോയി. നമ്മളങ്ങനെ എപ്പോഴും ഓർക്കണം എന്നാണ്. ഒരു ഉപാസകൻ എപ്പോഴും ഓർക്കണം, ഒരു ദുഃഖക്കടലിൽ നമ്മൾ പതിച്ചുപോയി. ജീവിതം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, സഹജഭാവം ജീവിതത്തിൻ്റെ ദുഃഖമാണ്. സഹജഭാവം ജീവിതത്തിൻ്റെ ദുഃഖമാണ്. അപ്പോൾ ഈ കരുങ്കടലിൽ പുരളാതെ പൊതിഞ്ഞ് പിടിപ്പതു നീ. ഭഗവാന് സാധിക്കും
ഈ ദുഃഖക്കടലിലൂടെ നമ്മൾ സ്വധർമ്മങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ദുഃഖം നമ്മളെ സ്പർശിക്കാതെ പൊതിഞ്ഞ് പിടിക്കാൻ ഭഗവാന് സാധിക്കും. ഭഗവാൻ അങ്ങനെ പൊതിഞ്ഞ് പിടിക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷനാണ് അതിക്ക് മുമ്പ് പറഞ്ഞത്. പൊരുളെന്നും ഉടമ്പോട് മക്കൾ ഉയിർത്തിരളെന്നും ഇതൊക്കെ അനർത്ഥകരം. പൊരുള്, ഉടമ്പ്, മക്കൾ, ഉയിർത്തിരൽ. ഉയിർത്തിരൽ എന്ന് വെച്ചാൽ ആയുസ്, പൊരുൾ എന്ന് വെച്ചാൽ പണം, പദവി, ഗ്ലാമർ, ഉടമ്പ് ശരീരം, മക്കൾ എന്ന് വെച്ചാൽ മക്കൾ തന്നെ. ഇതൊക്കെ അനർത്ഥകരമാണ്. അനർത്ഥകരം എന്ന് വെച്ചാൽ മക്കൾ അനർത്ഥകരം, പണം അനർത്ഥകരം. എങ്ങനെയെന്ന് വെച്ചാൽ അതിനർത്ഥം, അതിൻ്റെ വാച്യാർത്ഥമാണ് അനർത്ഥകരമെന്ന്. ലക്ഷ്യാർത്ഥം എന്താണെന്ന് വെച്ചാൽ ശാന്തിക്ക് വേണ്ടി ആശ്രയിക്കാൻ പാടില്ലാത്തത്. ഇവയൊന്നും സമാധാനത്തിന് വേണ്ടി ആശ്രയിക്കാൻ പാടില്ല. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ? ശാന്തിയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താ? ശാന്തിയാണ്. ആ ശാന്തിക്ക് വേണ്ടി ആശ്രയിച്ചാൽ അത് അനർത്ഥമായിപ്പോവും. അല്ലാതെ മക്കളൊക്കെ അനർത്ഥമൊന്നല്ല. പണവും ഗുരുദേവൻ പറയുന്നുണ്ടല്ലോ സമ്പാദിക്കണമെന്ന്. ഗുരുദേവൻ പറയുന്നില്ല പണം സമ്പാദിക്കണമെന്ന്? പറയുന്നുണ്ട്. ത്യാഗബുദ്ധിയോടെ ഒരു ക്ലോസ് കൂടി ചേർത്ത് വയ്ക്കും. പണം എത്ര വേണമെങ്കിലും സമ്പാദിക്കാം, ത്യാഗബുദ്ധിയോടെ. അങ്ങനെ ഒരു ക്ലോസ് വയ്ക്കാൻ കാരണം, ത്യാഗബുദ്ധിയോടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പണത്തെ ശാന്തിക്ക് വേണ്ടി ആശ്രയിക്കരുത്. പണവും പദവിയും മക്കളും ഇതൊക്കെ വ്യവഹരിക്കത്തക്കത് മാത്രമാണ്, ആശ്രയിക്കത്തക്കതല്ല. അതെപ്പോഴും ഓർത്തിരിക്കണം. എങ്ങനെയുണ്ട് ജീവിതം? ഒരു സമാധാനവുമില്ല, മക്കളൊന്നും ശരിയല്ലെന്നേ ഇത്രയും പേര് പറഞ്ഞേക്കാർ. ഇവിടെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് എത്ര പ്രാവശ്യം. 20 കൊല്ലം ഇവിടെ വരുന്നതല്ലേ, എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും കേൾക്കണതാണ്. ഇന്ത്യക്ക് വെളിയിൽ പോയെല്ലാം കേൾക്കണതാണ്. ഇപ്പം ഇന്ത്യക്ക് വെളിയിൽ ദുബായിലെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നലെ എറണാകുളത്ത് എല്ലാ ബുധനാഴ്ച ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, ടൗണിൽ തന്നെ. അത് ഇതുപോലെ 2002 തുടങ്ങിയതാണ്. അപ്പോൾ അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 3-4 പഠിതാക്കളെ കാണാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവരവിടെ പോയി, ഇവിടെ വന്നപ്പോൾ ഇവിടെ നിൽക്കണം 4 പേര് ഇവിടെയുണ്ട്. അവർ എറണാകുളത്ത് നിന്ന് തലേദിവസം തന്നെ ഇവിടെ നിന്ന് താമസിക്കുക, ഇവിടെ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ജീവിതത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ഈ 2-ാം പദ്യത്തിൽ പറയുന്ന 3 കാര്യമാണ്. ഒന്ന്, നമ്മൾ കരിങ്കടലിൽ വീണു, അതെപ്പോഴും ഓർത്തിരിക്കണം. ദുഃഖക്കടലിൽ പതിച്ചു. ആ ദുഃഖക്കടലിൽ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് കൈയും കാലും ഇട്ടൊക്കെ അടിച്ച് രക്ഷപ്പെടാൻ നമ്മൾ വിചാരിക്കണ്ട. അവിടെ ഭഗവാന് മാത്രമേ പൊതിഞ്ഞ് പിടിച്ച് രക്ഷിക്കാൻ കഴിയുള്ളൂ. ഭഗവാൻ അങ്ങനെ പൊതിഞ്ഞ് പിടിക്കണമെങ്കിൽ ഈ അനർത്ഥകരമായിട്ടുള്ള അനിർദ ജഡ ദുഃഖസ്വരൂപമായിട്ടുള്ള ഈ വിഷയങ്ങൾ, പണം, പദവി, മക്കൾ, ആയുസ്, ഇതൊക്കെ ആശ്രയമാണ് എന്നുള്ള ചിന്ത കരളിന്ന് കളഞ്ഞ് നമ്മുടെ ബുദ്ധിയിൽ വിവേകം വരണം. എന്താ വിവേകം വരണ്ടേ? ഇത് കരളിന്ന് വേർപെടുത്തി വെക്കേണ്ടതാണ്. കരളിന്ന് വേർപെടുത്തി വെക്കുകയെന്ന് വെച്ചാൽ അഹന്തയും ഇതന്തയും കൊണ്ടിട്ട് ഇവയുമായി താതാത്മ്യഭാവം വരാൻ പാടില്ല. പിന്നെ ദേഹം എന്ന് പറഞ്ഞു, ദേഹത്തോടുള്ള താതാത്മ്യഭാവമാണ് അഹന്ത. ഞാൻ ദേഹമാണ്, ഞാൻ ഈ വ്യക്തിയാണ് എന്നുള്ള താതാത്മ്യഭാവമാണ് അഹന്ത. ഞാനല്ലാത്ത എൻ്റെ മുമ്പിൽ വന്ന ലോകവിഷയങ്ങളെ ഞാനാണെന്ന് വിചാരിക്കുക. ആ ദോഷത്തിൻ്റെ പേരാണ് അഹന്ത. കരളീന്ന് കളഞ്ഞ്, ഇവയെ കരളീന്ന് കളഞ്ഞ് എന്ന് പറയുമ്പോൾ അഹന്തയെയും ഇതന്തയെയും ത്യജിക്കണം എന്ന തത്വനിർദ്ദേശമാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ, പണം, പദവി, കാറ്,
വീട്, ഇതൊക്കെ എൻ്റെയാണ് എന്ന് വെച്ചിട്ട് അതിനോട് വരുന്ന താതാത്മ്യഭാവം. ഇതം മമ, നമ്മളിലുള്ള രണ്ട് താതാത്മ്യഭാവം വരിക. ഞാനല്ലാത്തതൊക്കെ ഞാനാണെന്ന് വിചാരിക്കും. 6 സാധനങ്ങളെ അങ്ങനെ നമ്മൾ ഞാനായിട്ട് വിചാരിച്ചിട്ടാണ് ഈ കുഴപ്പം വന്നതെന്ന് ബ്രഹ്മവിദ്യാപൻ ജഗത്തിൽ പറഞ്ഞു. അഹങ്കൃതി, പ്രാണൻ, പിന്നെന്താ, അഹങ്കൃതി, പ്രാണൻ, ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയം, ശരീരം. ബ്രഹ്മവിദ്യാപൻ ജഗത്തിൽ പറഞ്ഞു. അപ്പോൾ ഞാനല്ലാത്ത ഈ 6 സാധനങ്ങളെ ഞാനാണെന്ന് വിചാരിക്കാൻ തുടങ്ങുന്നതോടുകൂടി ഇതേമാതിരി ചൂട് അനുഭവപ്പെടാത്ത, ചൂട് അനുഭവപ്പെടുന്ന ശരീരത്തിലാണല്ലോ. ഉറക്കത്തിൽ നമുക്ക് ഈ ചൂടുണ്ടോ? ഉറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയണേയില്ല ചൂട്. കാരണം ദേഹവുമായിട്ട് ഉള്ള സംബന്ധം മുറിഞ്ഞുപോയി. ഉറക്കത്തിൽ നമ്മൾ അറിയണേയില്ല. ദേഹവുമായിട്ട് സംബന്ധം വരുമ്പോൾ, ഇന്ദ്രിയങ്ങളായിട്ട് സംബന്ധം വരുമ്പോൾ, മനസ്സായിട്ട് സംബന്ധം വരുമ്പോൾ, ബുദ്ധിയായിട്ട് സംബന്ധം വരുമ്പോൾ, പ്രാണനായിട്ട് അഹങ്കൃതിയായിട്ട് സംബന്ധം വരുമ്പോൾ അതിൻ്റെ പേര് അഹന്ത. ഈ അഹന്തയുടെ ഭാഗമായി വരുന്നവയെല്ലാം ലോകവിഷയമാണ്. അത് ഈ നാടകത്തിൻ്റെ ഭാഗമായിട്ട് ടെമ്പററി ആയിട്ട് വന്നേക്കണം. ഈ നാടകം തുടങ്ങിയപ്പോൾ നാടകത്തിൻ്റെ ഭാഗമായിട്ട് ടെമ്പററി ആയിട്ട് നമ്മുടെ മുമ്പിൽ ആവിർഭവിച്ചിരിക്കുന്ന സാധനങ്ങളാണ് എന്ത്? അഹങ്കൃതി, പ്രാണൻ, ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയം, ശരീരം. ഇവയൊക്കെ ഞാനാണെന്ന് വിചാരിക്കരുത്. അതിനുവേണ്ടിയാണ് ദേഹം എന്നവിടെ പ്രയോഗിച്ചത്. അത് ഞാനാണെന്ന് വിചാരിക്കും ദോഷത്തിൻ്റെ പേര് അഹന്ത. പിന്നെ അത് കൂടാതെ പണം, മക്കള്, ആയുസ്, ഇതൊക്കെ എൻ്റെയാണ്. അപ്പോൾ ഈ ലോക വിഷയങ്ങളിലേക്ക് നമ്മുടെ താതാത്മ്യഭാവം 2 രൂപത്തിലാണ് വരിക. ഇത് ഞാനാണ്, ഞാനല്ലാത്ത ഇവ ഞാനാണ്. ഇത് നാടകത്തിൻ്റെ ഭാഗമായിട്ട് മുമ്പിൽ വന്നതാണ്. പിന്നെ ഇപ്പുറത്ത് കുറേ നിൽപ്പുണ്ട്, ഇതൊക്കെ എൻ്റെയാണ്. അപ്പോൾ എൻ്റെയാണെന്നുള്ള താതാത്മ്യഭാവവും ഞാനാണെന്നുള്ള താതാത്മ്യഭാവവും അതുള്ള കാലം വരെ ഭഗവാന് ഈ ദുഃഖക്കടലിൽ പൊതിഞ്ഞു പിടിക്കാൻ പറ്റില്ല. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, ഒരു പ്രശ്നമാണോ നമ്മളെ ദുഃഖിപ്പിക്കുന്നത്, ആ പ്രശ്നവുമായിട്ടുള്ള ബന്ധമാണോ ദുഃഖിപ്പിക്കണം? അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത് പറഞ്ഞ് മനസ്സിലാവും. കരളീൻ കളഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമാണോ ദുഃഖിപ്പിക്കുന്നത്, ആ പ്രശ്നവുമായിട്ടുള്ള ബന്ധമാണോ ദുഃഖിപ്പിക്കുന്നത്? നമ്മൾക്ക് അറിവ് കിട്ടി അമേരിക്കയിലുള്ള ആർക്കും ഒരു പരിക്ക് പറ്റി. അപ്പോൾ അത് കുഴപ്പമില്ല, അമേരിക്കയിലുള്ള ആർക്കും ഒരു പരിക്ക് പറ്റി, ആർക്കും പരിക്ക് പറ്റി, വിഷമമുണ്ടാവും. പക്ഷേ പിന്നെയാണ് അറിയണത് അതെൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. അപ്പോൾ ആദ്യം അത് കേട്ടപ്പോൾ ആ പ്രശ്നവുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. രണ്ടാമത് അത് വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രശ്നവുമായിട്ട് എനിക്ക് ബന്ധം വന്നു. അപ്പോൾ ദുഃഖമായി. അപ്പോൾ പ്രശ്നമല്ല ദുഃഖിപ്പിക്കുന്നത്, ആ പ്രശ്നമിരിക്കുന്ന സ്ഥലത്തേക്കുള്ള ബന്ധമാണ്. ആ ബന്ധം കരളിലുണ്ടായാൽ ഭഗവാന് പൊതിഞ്ഞു പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് ഈ ശ്രീരാമകൃഷ്ണദേവൻ പറയും, 2 പേരുടെ മുമ്പിൽ ചക്ക വന്നു. ചക്ക എന്ന് പറഞ്ഞാൽ അറിയാലോ, ചക്ക മുറിക്കുമ്പോൾ അതിന് ഒരു പശയുണ്ട്. നമ്മളിവിടെ എന്താ പറയുക, വിളഞ്ഞിന്ന് പറയോ, അങ്ങനെ പറയോ അല്ലേ? ഒരു പശയുണ്ട്. അപ്പോൾ ഒരാൾ ചക്ക കിട്ടിയ വഴി വേഗം അത് മുറിച്ചു കഴിച്ചു. പക്ഷേ അയാൾക്കൊന്നും ഓഫീസിൽ പോകാൻ പറ്റില്ല, അതിനുള്ള കറ മൊത്തം മേത്തായി. മറ്റൊരാൾ ചക്ക വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ പോയിട്ട് കയ്യിലൊക്കെ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് അത് മുറിച്ചു കഴിച്ചു ഓഫീസിൽ. അപ്പോൾ ഈ രണ്ടാമത്തെ ആളായിട്ട് മാറണമെന്നാണ്. ഈ ലോക വിഷയങ്ങൾ, മക്കളും പണവും പദവിയും എല്ലാം നമുക്ക് കൈകാര്യം ചെയ്യാം. പക്ഷേ അതിൽ കരളീന്ന് കളഞ്ഞിട്ട് ആ ലോകവിഷയങ്ങളിലേക്ക്, അത് സ്വപ്നത്തിലെന്നാണ് വന്നിരിക്കുന്നതാണ്, ഭഗവാന്റെ ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്നതാണ്. അവയ്ക്ക് നമ്മളുമായിട്ട് ഡയറക്റ്റ് ഒരു ബന്ധവുമില്ല. അത് ഭഗവാൻ കുറച്ച് നാളത്തേക്ക് നമ്മുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നതാണ്. അതിൽ അഹന്താമമതകളില്ലാതെ വ്യവഹരിക്കുക, അതിനെ ആശ്രയിക്കരുത്. അതാണ് കരളീന്ന് കളഞ്ഞ്. സമയം അനുവദിച്ചാൽ വീണ്ടും ഇതിൽ നമുക്കൊരു വിസ്തരണത്തിനായിട്ട് ശ്രമിക്കാം. പിന്നെ പറയണത് എന്താണെന്ന് വെച്ചാൽ,
കുടിക്കും അരും കുടിനീർ അടിത്തട്ടി. അതൊരു ഗംഭീര പ്രയോഗ. കുടിക്കും അരും കുടിനീർ അടിത്തട്ടി. എന്നിട്ട് അകത്തു നിറഞ്ഞിരുന്നി. എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ ഉള്ളിൽ ഭഗവാൻ സദാ പ്രകാശിക്കണം. എൻ്റെ ബുദ്ധിയിൽ ഭഗവാൻ സദാ പ്രകാശിക്കണം. എൻ്റെ ബുദ്ധിയിൽ ഭഗവാൻ സദാ പ്രകാശിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവദശകത്തിൽ ജയിക്കുക 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 എന്നൊരു പ്രയോഗം വരുന്നുണ്ട്. സർവത്തിലും ശ്രേഷ്ഠ വസ്തുവായി എൻ്റെ ബുദ്ധിയിൽ ഭഗവാൻ പ്രകാശിക്കുന്ന നില വരണം. സർവത്തിലും ശ്രേഷ്ഠ വസ്തുവായി. മൂന്നാം പദ്യത്തിലാണ്. കുടിക്കും അരും കുടിനീർ തട്ടി, അത് തട്ടി നശിപ്പിച്ച് കളയണം. എന്നിട്ട് അകത്തു നിറഞ്ഞിരുന്നി. ഈ കുടിക്കും അരും കുടിനീർ നമ്മളെപ്പോഴും എന്തു ചെയ്യുന്നു? വിഷയ ഉപാധികളെ ആശ്രയിച്ചുകൊണ്ടിട്ട് ആനന്ദാനുഭവത്തിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഓരോ നിമിഷവും വിഷയ ഉപാധികളെ ആശ്രയിച്ചു കൊണ്ടിട്ട് ആനന്ദാനുഭവത്തിന് ശ്രമിക്കണം. പക്ഷേ ഒരിക്കലും പൂർണ്ണ അനുഭൂതിയോ തൃപ്തിയോ അതിൽ നിന്ന് വരില്ല. ബോറടിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടറിയാം, അവർ മിക്കവാറും എല്ലാവരും ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ തന്നെ കുനിഞ്ഞിരിക്കും. ഇങ്ങനെ മാറ്റി 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 നോക്കിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കാനേ പറ്റില്ല, ഫോൺ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ നിരന്തരമായിട്ട് വിഷയ ഉപാധികളെ ആശ്രയിച്ചുകൊണ്ട് തൻ്റെ അസ്വസ്ഥത, ആ ഭഗവാൻ മറഞ്ഞു പോയിട്ട് ആത്മവസ്തു മറഞ്ഞു പോയിട്ട് ഉണ്ടായിരിക്കുന്നതായ അസ്വസ്ഥത നീക്കാനായിട്ട് കൂടുതൽ കൂടുതൽ ഉപാധികളിലൂടെ ആനന്ദാനുഭവത്തിന് ശ്രമിക്കും തോറും ആനന്ദാനുഭവം ജീവന് മറഞ്ഞു പോകും. അങ്ങനെ വിഷയങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ആനന്ദാനുഭവത്തിലൂടെ ഒഴുകിപ്പോകുകയാണെങ്കിൽ ആ ജീവൻ യഥാർത്ഥ ആനന്ദത്തിൽ നിന്ന്, ശാന്തിയിൽ നിന്ന് അകന്ന് പോകും. അതുകൊണ്ട് തന്നെ ഈ വിഷയരസാസ്വാദനം, ആ വിഷയരസാസ്വാദനമാണ് ഈ അരും കുടിനീർ, നമുക്ക് പ്രിയപ്പെട്ട ദാഹജലം. എല്ലായ്പ്പോഴും നമ്മൾ പാനം ചെയ്യുന്നതായിട്ടുള്ള ഈ വിഷയരസം, അത് അടിത്തട്ടി ഭഗവാനെ, ആ എൻ്റെ വിഷയരസാസ്വാദനത്തിനുള്ള ഞാൻ അങ്ങയാണ് വാസ്തവത്തിൽ അന്വേഷിക്കുന്നത്. ഒരു ദിവസം രമണാശ്രമത്തിൽ രമണ മഹർഷി ഇങ്ങനെ ഇരിക്കുന്ന സമയത്തെ, ഇതിന് നല്ലൊരു ഉദാഹരണമാണ് ഈ കുടിക്കും അരും കുടിനീർ എന്നുള്ളതിന്. നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതിന് നമ്മളെല്ലായ്പ്പോഴും അന്വേഷിക്കുന്നത് ഈശ്വരനാണ്, ശാന്തിയാണ്, ആനന്ദമാണ്. പക്ഷേ അത് തെറ്റായ ദിശയിലൂടെ ആയി പോകുന്നു. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹർഷി ഇങ്ങനെ ഇരിക്കുന്ന സമയത്തെ ഒരു ദിവസം അവിടെ ഒരു സായിപ്പ് മഹർഷിക്ക് ഒരു വിളക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കരണ്ടൊന്നുമില്ല. അപ്പോൾ ആ വിളക്കിൻ്റെ ചില്ല് ഭിത്തിയിൽ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. സന്ധ്യയാകുമ്പോൾ വിളക്ക് കത്തിച്ചിട്ട് ആ ചില്ലിൻ്റെ അടി കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതങ്ങ് അഴിച്ചെടുത്തുകൊണ്ട് പോയിട്ട് അതിൽ മണ്ണെണ്ണ ഒഴിക്കാനും തിരിയിടാനൊക്കെ ആയിട്ട് അഴിച്ചുകൊണ്ട് പോകും. സന്ധ്യയാകുമ്പോൾ വീണ്ടും ഫിറ്റ് ചെയ്യും. അപ്പോൾ ആ ചില്ല് അവിടെ അങ്ങനെ ഇരിപ്പുണ്ട്. മോൾ വശം പുക പോവാനായിട്ട് വീതി കുറവ്, വലിപ്പം കുറവ്, വട്ടം കുറവാണ്. ആ ചില്ലിങ്ങനെ വലുതായി വന്നിട്ട് അടിവശം വരുമ്പോൾ നല്ല വലുപ്പമാണ്. അപ്പോൾ ഒരു കുരുവി അതിൻ്റെ കഷ്ടകാലത്തിന് അടി കൂടി ഈ ചില്ലിലൊക്കെ കയറിപ്പറ്റി. എന്നിട്ട് ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് മുകളിലൂടെ പുറത്തേക്ക് പോകാൻ നോക്കി. അപ്പോൾ മുകളിലെ ദ്വാരം ചെറുതാണ്. ഇത് കണ്ടത് മഹർഷി പറഞ്ഞു, മഹർഷിയുടെ സംഭാഷണങ്ങളിലുണ്ട്, മഹർഷി പറഞ്ഞു ആശ്രമത്തിലുള്ള ആളുകളൊക്കെ വിളിക്കാൻ പറഞ്ഞു. എല്ലാവരും വന്ന് മഹർഷി പറഞ്ഞു ഇത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കുരുവി അതിനുള്ളിൽ പെട്ടുകിടപ്പുണ്ട്. അതിങ്ങനെ മുകളിലോട്ട് പറക്കാൻ നോക്കുന്നുണ്ട്. മഹർഷി പറഞ്ഞു, ഇതാണ് ഇപ്പോൾ ഈ ലോകരുടെ അവസ്ഥ. ലോകരെ എല്ലാവരും തന്നെയും
അന്വേഷിക്കുന്നത് പുറത്തേക്കുള്ള വഴി, ശാന്തി, സ്വാതന്ത്ര്യം. ആ ശാന്തിക്കും സ്വാതന്ത്ര്യത്തിനും ആ കുരുവിക്ക് ലഭിക്കണമെങ്കിൽ ആ കുരുവി വന്ന വഴിക്ക് പോകണം. അത് വന്ന വഴിക്ക് പോകാതെ അത് മുകളിലേക്ക് വേറെ വഴിക്ക് പോകാൻ നോക്കണം. ഇതുപോലെ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് ആനന്ദത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഒരിക്കലും കിട്ടുകയില്ല. ആനന്ദത്തിന് ഉറവിടമായിരിക്കുന്നത് വന്ന വഴി. എല്ലാ ദിവസവും നമ്മൾ എവിടെ നിന്നാണ് വന്നെ? എല്ലാ ദിവസവും ഞാൻ എന്ന അനുഭവം ആനന്ദത്തോടു കൂടിയിട്ട് സുഷുപ്തിയിൽ അനുഭവപ്പെടുന്നുണ്ട്. അതിസുഖമെന്ന് അനിശം കഥിക്കയാൽ ആത്മവിശ്വാസത്തിൽ ഗുരുദേവൻ ഈ ഭാഗം ഗുരുദേവൻ വളരെ ഭംഗിയായിട്ട് വരച്ചിട്ടിട്ടുണ്ട്. ആ ആനന്ദാനുഭവത്തിൽ നിന്നും എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നു? അറിവിലിരുന്ന ഒരഹന്ത ആദ്യമുണ്ടായി. അഹന്ത വരും, ഇതന്ത വരും, മായാമരം അഖിലെ പടരും. അപ്പോൾ ഈ എല്ലാ ദിവസവും ആനന്ദത്തിൽ നിന്നാണ് അഹംകൃതി ഉദിച്ച് അഹംകൃതിയുടെ ഭാഗമായിട്ട് ദേഹവും ലോകവും ബാക്കിയൊക്കെ ഉദിച്ച് അതിലേക്ക് ആനന്ദത്തിന് വേണ്ടി ശ്രദ്ധയെ പായിച്ച് ദുഃഖിക്കണു. എന്നാൽ വന്ന ഇടത്തേക്ക് തിരിഞ്ഞു നോക്കണില്ല. തരിവിനടിക്ക് തപസ്സു ചെയ്തു വാഴും നരനു വരാ നരകം. തരിവിനടി, ഈ സംസാര വൃക്ഷത്തിൻ്റെ അടിഭാഗം, അഹം എന്നുള്ള അനുഭവത്തിന് പൊരുളായിരിക്കുന്ന അറിവാണ് ഇവിടെ ശിവൻ. ആ ശിവനിലേക്ക് തിരിയുന്നതിന് പകരം ഇപ്പോൾ ബഹിർമുഖമായിട്ട് ഈ അരുംകുടിനീരിലേക്ക് പോയേക്കുന്നു നമ്മൾ. അപ്പോൾ വിഷയരസങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് ഇങ്ങനെ പോയിട്ട് ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് അടിത്തട്ടി, അത് മൂടോടെ ഭഗവാനെ നശിപ്പിച്ച് കളഞ്ഞിട്ട് എന്തു ചെയ്യണം? അത് മൂടോടെ നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ, എന്താ അർത്ഥം എന്ന് വെച്ചാൽ, എൻ്റെ ബുദ്ധിയിൽ പ്രകാശിക്കണം ഈ ഓരോ ലോക വിഷയങ്ങളും. ഞാൻ തേടുന്ന സത്തോ ചിത്തോ ആനന്ദമോ അല്ല. ഞാൻ നിരന്തരം അന്വേഷിക്കുന്നത്, നമ്മൾ കടയിൽ പോയിട്ട് എന്ത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലും ചോദിക്കും, ഇതിന് ഗ്യാരണ്ടി ഉണ്ടെന്ന് ചോദിക്കും. ഈ ചോദിക്കണ സാധനത്തിന് ഗ്യാരണ്ടി എത്ര ഇല്ല. നമ്മൾ ചോദിക്കുന്ന എത്ര നാളത്തെ ഗ്യാരണ്ടി ഉണ്ടെന്ന് ചോദിക്കും. ഈ കറി, ഇഷ്ടമുള്ള കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ കുട്ടികളൊക്കെ അമ്മയോട് പറയും, എന്ത് പറയും? അമ്മ ഇനി എന്നും ഈ കറി തന്നെ വെക്കണം കേട്ടോ. ആണോ അല്ലയോ? ഇഷ്ടമുള്ള കറി വെച്ച് കഴിഞ്ഞാൽ എന്താ പറയും? എന്നും ഈ കറി വെക്കണം കേട്ടോ. അപ്പോൾ എന്നും നിത്യതയോട് നമുക്കൊരു ഇഷ്ടമുണ്ട്. റോൾഡ് ഗോൾഡ് സ്വർണ്ണാഭരണമൊക്കെ വാങ്ങിച്ചിട്ട് ചോദിക്കും, എന്ത് ചോദിക്കും? എത്ര നാൾ ഇതിൻ്റെ കളർ നിൽക്കും? എന്നും നിത്യത, നിത്യതയാണ് സത്ത്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ അതിനോട് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ സത്തിനോടുള്ള ആഗ്രഹം പോലെ തന്നെ നമുക്ക് വയസ്സായി അവശതയെ കിടന്നാലും നമുക്ക് എക്സിസ്റ്റൻസിനോടുള്ള ആഗ്രഹം വിടുന്നേയില്ല. നമുക്ക് ഉണ്മയോടുള്ള ആഗ്രഹം, എക്സിസ്റ്റൻസിനോടുള്ള ആഗ്രഹം, ആ എക്സിസ്റ്റൻസിനോടുള്ള ആഗ്രഹമാണ് ചിത്ത്. ആനന്ദം തന്നെ. ആനന്ദം എന്നുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദമാണല്ലോ എല്ലാവരും തേടുന്നത്. സത്ത്, ചിത്ത്, ആനന്ദം. വാസ്തവത്തിൽ അതാണ് നിരന്തരം തേടുന്നത്. അത് ശിവപെരുമാളിലാണ് ഇരിക്കണേ. പക്ഷെ ശിവപെരുമാളിലിരിക്കുന്ന ഇതിനെ നമ്മൾ എവിടെ തേടുന്നു? ഈ ലോക വിഷയങ്ങളിൽ തേടുന്നു. ഈ ലോക വിഷയങ്ങളിൽ ഇതിനെ തേടിയിട്ട് നമുക്കെന്തുണ്ടാകുന്നു? ലോക വിഷയങ്ങൾ സത്തിന് നേരെ വിപരീതമായിട്ട് അനിർദ്ധമാണ്, ചിത്തിന് നേരെ വിപരീതമായിട്ട് ജഡമാണ്, ആനന്ദത്തിന് വിപരീതമായിട്ട് ദുഃഖമാണ്. അപ്പം അനിർദ്ധം, ജഡം, ദുഃഖം നേരെ വിപരീത കാര്യമാണ് വിഷയങ്ങളിലിരിക്കണേ. അപ്പോൾ ആ വിഷയപ്രാപ്തി വരുന്നതോട് കൂടിയിട്ട് താൻ എന്താണോ ആഗ്രഹിച്ചത് അതിന് നേരെ വിപരീതമായിട്ട് ജീവന് വന്ന് ഭവിക്കണു എന്ന് എനിക്ക് തിരിച്ചറിയലാണ് ജയിക്കുക എന്നത് തിരിച്ചറിയണോ ആ ആൾക്ക് സർവത്തിലും ശ്രേഷ്ഠ വസ്തു പിന്നെ മകനല്ല, സർവത്തിലും ശ്രേഷ്ഠ വസ്തു മകളല്ല, പണമല്ല, പദവിയല്ല, ആയുസ്സല്ല, ദേഹമല്ല, ഭഗവാനായിരിക്കും. അപ്പോൾ ഈ ലോകവിഷയങ്ങളിലെല്ലാം അനിർദ്ധ ജഡ ദുഃഖമാണ് ഇരിക്കുന്നത് എന്നുള്ള വിവേകം വരുന്നതോട് കൂടിയിട്ട് ബുദ്ധിയിൽ വരുന്ന മാറ്റം, ആ മാറ്റം വരുമ്പോൾ
ബുദ്ധിയിൽ സർവത്തിലും ശ്രേഷ്ഠ വസ്തുവായിട്ട് ഭഗവാൻ പ്രകാശിക്കുന്ന നില, അങ്ങനെ ബുദ്ധിയിൽ എല്ലാത്തിലും ശ്രേഷ്ഠ വസ്തുവായി ഭഗവാൻ പ്രകാശിക്കുന്ന നിലയാണ് ഇവിടെ അകത്തു നിറഞ്ഞിരുന്നി. ഭഗവാനെ അവിടെ നിന്ന് എൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുക. ശ്രീനാരായണ ഗുരുദേവൻ ഒരു ദിവസം തലശ്ശേരി ചെന്നിരുന്നു. തലശ്ശേരി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പൊന്നിയം എന്ന് പറഞ്ഞൊരു മഠമുണ്ട്, പൊന്നിയം. അപ്പോൾ പൊന്നിയം മഠത്തിൽ ഗുരു വന്നിട്ടുണ്ട്. അപ്പോൾ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ, പ്രസിഡന്റ്, സെക്രട്ടറിയൊക്കെ ഒരുമിച്ചിട്ട് ഈ മഠത്തിൽ ചെന്നപ്പോൾ മഠത്തിൻ്റെ തൊട്ടടുത്തൊരു വീടുണ്ട്. അത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെയും കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെയും മണിക്കിണർ പണിയിച്ചു കൊടുത്ത മിടുക്കൻ ചാത്തൻ മേസ്ത്രിയുടെ വീടാണ്. മിടുക്കൻ ചാത്തൻ മേസ്ത്രി എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അയാളുടെ വീടാണ്. ഇന്നും അതൊരു 3 നിലയുള്ള വലിയ മണിമാളികയാണ്. അപ്പോൾ ആ വീട്ടിൽ ഒരു ദിവസം ശ്രീനാരായണ ഗുരുവിനെ ഇദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ ഈ പൊന്നിയം മഠം തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ഒരു വർഷം മഠത്തിൽ വന്നതാണ്. അങ്ങനെ വീട്ടിൽ കയറി ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് ശ്രീനാരായണ ഗുരു, ആ നാട്ടിലുള്ളവർ, പഴയ കാരണന്മാർ, അവിടെയുള്ളവർ പറഞ്ഞ സംഭവമാണ്, തലശ്ശേരിക്കാർ. അപ്പോൾ ഗുരുദേവൻ ആ വീടൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ട് ചാത്തൻ മേസ്ത്രി അടുത്ത് വിളിച്ചു. മിടുക്കൻ ചാത്തൻ മേസ്ത്രി എന്നാ പേര്. പരമഭക്തനാണ് ഗുരുദേവൻ്റെ, വലിയ ധനാഢ്യനാണ്. അന്ന് വലിയ വില്ലുവണ്ടിയൊക്കെ ഉള്ള ആളാണ്. ആ വില്ലുവണ്ടിയിലാണ് ഗുരുദേവനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഗുരുദേവൻ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, വീടിനുള്ളിലിരിക്കുക ഗുരുദേവൻ കേട്ടോ, നല്ലവണ്ണം ശുദ്ധമാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തൃപ്പാദങ്ങളുടെ കൽപ്പന പോലെ എന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുദേവൻ പോയി കഴിഞ്ഞപ്പോൾ തന്നെ മൂപ്പര് ആളുകളെ വരുത്തി വീട് നല്ലവണ്ണമൊക്കെ വൈറ്റ് വാഷ് ചെയ്തു. അങ്ങനെ വീടൊക്കെ വൈറ്റ് വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം ശ്രീനാരായണ ഗുരു വരുമ്പോൾ വീണ്ടും ഗുരുദേവനോട് പറഞ്ഞു, തൃപ്പാദങ്ങൾ ഒരിക്കൽ കൂടി അടിയൻ്റെ ഭവനത്തിൽ വരണം. ഗുരുദേവൻ വന്ന് കസേരയിൽ ഇരുന്ന വശം തന്നെ മിടുക്കൻ ചാത്തൻ മേസ്ത്രി വളരെ ഭക്തിയോടുകൂടി പറഞ്ഞു, തൃപ്പാദങ്ങൾ കൽപ്പിച്ച പോലെ ഉള്ളൊക്കെ ശുദ്ധമാക്കി പറഞ്ഞു. അപ്പോൾ ഗുരുദേവൻ ചുറ്റും നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഭിത്തിയിലെല്ലാം വൈറ്റ് വാഷൊക്കെ ചെയ്തിട്ടുണ്ട്. ഗുരുദേവൻ പൊട്ടിച്ചിരിച്ചു എന്നാണ് അത് കണ്ടു കഴിഞ്ഞിട്ട്. ഗുരുദേവൻ പൊട്ടിച്ചിരിച്ചിട്ട് മേസ്ത്രിയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നാം ഉദ്ദേശിച്ചത് ഇതല്ല, ഇവിടെ ശുദ്ധമാക്കണം എന്നാണ്. എന്നുവെച്ചിട്ട് ഈ മേസ്ത്രിയുടെ നെഞ്ചിലത്ത് ഗുരുദേവൻ ഇങ്ങനെ കൈതൊട്ടു. ഇതെടുത്ത് പറഞ്ഞു, ഇവിടെ ശുദ്ധമാക്കണം എന്നാണ്. ഇവിടെ ഈ ഒരു ജീവൻ്റെ ഉള്ളിലേക്ക് ഈശ്വരന് വന്നിരിക്കാൻ കഴിയണമെങ്കിൽ ആ ജീവൻ്റെ ബുദ്ധിയിൽ ഏറ്റവും ശ്രേഷ്ഠ വസ്തുവായിട്ട് ഭഗവാൻ എന്ന് പ്രകാശിക്കുകയോ അന്ന് മാത്രമാണ് ഭഗവാനെ ഹൃദയത്തിൽ വന്നിരിക്കാൻ പറ്റുക. അല്ലെങ്കിൽ നമുക്ക് ശ്രേഷ്ഠ വസ്തുക്കൾ എന്ന് പറയുന്നത്, ഇപ്പോൾ മക്കളൊക്കെ വിദേശത്ത് പോയി, അപ്പോൾ ആദ്യമൊക്കെ കാരണന്മാർ പേരക്കുട്ടികളുടെയൊക്കെ ഫോട്ടോ വെച്ച് നോക്കിയിരിക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ എങ്ങനെയൊന്നുമല്ലേ, എറണാകുളത്ത് പല വീടുകളിലും, മുഖ്യ വീടുകളിലും അങ്ങനെയല്ല, അപ്പൂപ്പൻ, അമ്മൂമ്മ, പിന്നെ ഒരു പട്ടിക്കുട്ടി, പൂച്ചക്കുട്ടി. ഇപ്പം എല്ലാവരുടെയും പരിപാടി ഈ പട്ടിക്കുട്ടീനെ പൂച്ചക്കുട്ടീനൊക്കെ വളർത്തല. കാരണം അവരൊക്കെ വിദേശത്ത് പോയിരിക്കുക, അവരെല്ലാവരും വിദേശത്ത് പോയിരിക്കുക. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഈ ലോകവിഷയങ്ങൾക്ക്, മക്കൾക്ക് ലോകവിഷയങ്ങൾക്ക് അതിലൂടെ തനിക്ക് സത്യം, ചിത്തും ആനന്ദവും ലഭിക്കും എന്നുള്ള ബുദ്ധി ഉള്ള കാലം വരെ, ആ ബുദ്ധിയുള്ള കാലം വരെ ഭഗവാനാണ് സത്ത്, ചിത്ത്, ആനന്ദത്തിന് ഇരിപ്പിടം, ശാന്തിക്ക് ഇരിപ്പിടം എന്ന തിരിച്ചറിവ് വരുന്ന കാലം വരെ ഒരിക്കലും ഭഗവാന് വന്നിരിക്കാൻ സാധിക്കില്ല. ഇതെപ്പോഴും ഒരു ഭക്തൻ ഓർത്തിരിക്കണം. നമ്മുടെ മനസ്സ് മുഴുവൻ ഈ ലോക വിഷയങ്ങളാവുന്ന കുപ്പം നിറച്ചിട്ടിരിക്കുക. അവിടെ എങ്ങനെ ഭഗവാൻ വന്നിരിക്കാൻ പറ്റുക? അപ്പോൾ ഇവിടെ പറയണു, ഈ നിരന്തരം ലോകവിഷയങ്ങളിലേക്ക് ശ്രദ്ധയെ പായിക്കുന്നതിന് പകരം ജീവിതത്തിൽ ആനന്ദത്തിന് ഇരിപ്പിടമായിട്ടുള്ള ഭഗവാനിലേക്ക് ശ്രദ്ധയെ ഒഴുക്കുമാറാവണം. കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരെ തെരെ വീണു വണങ്ങി ഓതിടയണം.
ആത്മവിശ്വാസത്തിൽ ആദ്യം തന്നെ അതാണ് തത്വനിർദ്ദേശമായിട്ട് പറയണേ. കണ്ണുകൾ അഞ്ചുമുള്ളടക്കി ആ കരിവിനായിട്ട് തെരുതെര വീണു വണങ്ങി ഓതിരയണം. അഞ്ചിന്ദ്രിയങ്ങളിലൂടെയും ശ്രദ്ധ ബഹിർഗമിക്കാതെ ശ്രദ്ധ അകമുഖമായിട്ട് ആത്മവസ്തുവിലേക്ക് ഒഴുക്കുവാൻ ശീലിക്കണം. ഇവിടെ നിരന്തരം ലോകവിഷയങ്ങളിലേക്ക് ഇപ്പം നോക്കൂ, നമ്മൾ വീട്ടിൽ കാലത്തെണീറ്റ് കഴിഞ്ഞാൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധ ലോകവിഷയങ്ങൾക്ക് കൊടുക്കാം. വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധ ലോകവിഷയങ്ങൾക്ക് കൊടുക്കാം. വീട്ടിൽ വന്ന് വെറുതെ ഇരിക്കുമ്പോഴും ശ്രദ്ധ ലോകവിഷയങ്ങൾക്ക് കൊടുക്കണം. എന്തുകൊണ്ട് ഭഗവാന് കൊടുത്തുകൂടാ? കാരണം ഒരു ജീവന് നിരന്തരം അന്വേഷിക്കുന്ന ശാന്തിക്ക് ഇരിപ്പിടം ലോകവിഷയങ്ങളല്ല. ലോകം വ്യവഹരിക്കത്തക്കതാണ്, ആശ്രയിക്കത്തക്കതല്ല. നേരത്തെ നമ്മൾ പറഞ്ഞു ഈ വിഷയങ്ങളൊന്നും. രണ്ടാം പദ്ധതി തന്നെ ഗുരുദേവൻ പറഞ്ഞു ഇത് അപകടമാണ്, ഇത് ആശ്രയിക്കത്തക്കതല്ല, വ്യവഹരിക്കത്തക്കത് മാത്രമാണ്. അപ്പോൾ ആ സമയത്ത് എന്തുകൊണ്ട് ഭഗവൻ നാമം ജപിച്ചുകൂടാ? ആ സമയത്ത് എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ പാവനമായ ചരിതം വിചാരം ചെയ്തുകൂടാ? ആ സമയത്ത് എന്തുകൊണ്ട് ഭഗവാൻ ഉപദേശിച്ചതായിട്ടുള്ള തത്വവിചാരം ചെയ്തുകൂടാ? കഹ അഹം ഇതം ജഗത് കുതഹ ബ്രഹ്മോദേവൻ ചേർത്തി പറയുന്നില്ലേ? എന്തുകൊണ്ട് വിചാരം ചെയ്തുകൂടാ? അല്ല ആത്മവിശ്വാസത്തിൽ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് വിചാരം ചെയ്തുകൂടാ? അപ്പോൾ നമ്മളെന്ത് ചെയ്യണു? എന്നിട്ട് ഉറങ്ങും വരെ തോട്ട് പ്രൊഡ്യൂസിങ് മെഷീനായിട്ടുള്ള ഒന്നായിട്ട് നിരന്തരമായിട്ട് അന്ധകരണത്തെ ഉപയോഗിച്ച് ചിന്ത നിറച്ച് ആ ചിന്തയിൽ ദേഹവും ലോകവും അനേക ലോകങ്ങളും കണ്ട് ദുഃഖിച്ചിട്ടേ ഇരിക്കണ സ്ഥിതി ഗുരുദേവൻ പറയണു അത് തെറ്റാണ്. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾക്ക് ലോകത്തിലേക്ക് വരേണ്ട സമയത്ത് ലോകത്തിലേക്ക് വന്നോളൂ, ബാക്കി സമയത്ത് ശ്രദ്ധ ഭഗവാൻ കൊടുക്കും. അങ്ങനെ ശീലിക്കാം. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ വയസ്സാവുമ്പോൾ ഭൂരിപക്ഷ ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട്, ഡിപ്രഷൻ വന്നു. ഭൂരിപക്ഷ ആളുകൾക്കും ജീവിതം ബോറടിക്കുന്നു. വെറുതെ ഇരിക്കാനേ പറ്റില്ല. കുറച്ച് സമയത്ത് അനങ്ങാതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുകയില്ല, നമുക്ക് ബോറടിക്കും. ശാന്തി എന്ന് പറഞ്ഞ സാധനം ഒരു കാരണവശാലും ഉണ്ടാവുകയില്ല. എന്നാൽ നേരെ മറിച്ച് ഇങ്ങനെ ശീലിക്കുക. കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതെര വീണ് വണങ്ങി ഓതുക, വണങ്ങിയിട്ട് ജീവിക്കുക. ഓരോ നിമിഷവും ഭഗവത് സ്മരണയോടുകൂടി ഇരിക്കുകയും ആ ഭഗവാൻ ഏൽപ്പിച്ച ജോലിയുടെ ഭാഗമായിട്ട് മക്കളിലേക്കും ദേഹത്തിലേക്കും ലോകത്തിലേക്കും ലോകകർമ്മങ്ങളിലേക്കും ശ്രദ്ധ പായിക്കുകയും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധയെ എത്രയും പെട്ടെന്ന് ഭഗവാനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നൊരു ശീലം കൊണ്ടുവരണം നമ്മൾ. ആര്? ഉപാസകർ. ആരാണ്? ശാന്തിയെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സമാധാനത്തെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദുഃഖത്തിൽ നിന്ന് ആരെങ്കിലും മോചനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തത്വരൂപത്തിലോ വ്യക്തിരൂപത്തിലോ ഇപ്പം ഈ പദ്യത്തിൽ തന്നെ നമുക്ക് ശിവനെ നാമരൂപത്തോടു കൂടിയൊരു ദേവതയായിട്ടും കാണാം. അതുപോലെ തന്നെ ആ ദേവതയായിട്ട് കണ്ടുകൊണ്ട് ഭാവസമാധിയിലേക്ക് പോവാം. അതുപോലെ തന്നെ ഈ പദ്യം അദ്വൈത തത്വത്തെ ബോധിപ്പിക്കുന്ന രൂപത്തിൽ നിലകൊള്ളുന്നു എന്നുള്ളതുകൊണ്ട് വിചാരമാർഗത്തെ അവലംബിച്ചുകൊണ്ട് ഇതേ കൃതിയെ ആലംബനമാക്കിയിട്ട് നമുക്ക് വിചാരസമാധിയിലേക്ക് പോവാം, അല്ലെങ്കിൽ ജ്ഞാനസമാധിയിലേക്ക് പോവാം. ഭാവസമാധി, ജ്ഞാനസമാധി, ഏത് സമാധി നിലയിലേക്കും പോവാനായിട്ട് ഇതിനെ ഉപയോഗിക്കാം. വ്യക്തിയായിട്ട് കാണുമ്പോൾ ഭാവസമാധി, തത്വമായിട്ട് കാണുമ്പോൾ ജ്ഞാനസമാധി. അപ്പോൾ ആ പരമ്പൊരുളിനെ വ്യക്തിയായിട്ടോ തത്വമായിട്ടോ കണ്ടുകൊണ്ട് അവരവരുടെ ലോകകർമ്മങ്ങൾ ഈശ്വരപൂജ എന്ന നിലയ്ക്ക് അനുഷ്ഠിച്ചു കൊണ്ടിട്ടേ ഇരിക്കുന്ന നിലയാണ് ഈ മൂന്നാം പദ്യത്തിൽ. അങ്ങനെ ശീലിക്കണം എന്നാണ്. ഈ മാനേജ്മെൻറ്റിലെ ഒരു നിയമമുണ്ട്. ഒരു വാച്ച്മാനെ പ്രാക്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാരനാവും. പോലീസുകാരനെ വീണ്ടും ട്രെയിനിങ്ങും വേണ്ട പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ കമാൻഡോ. വീണ്ടും അയാൾക്ക് ട്രെയിനും പ്രാക്ടീസും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഉപരിയായിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾ കേട്ടില്ലേ ഈ നാവികസേനയുടെയൊക്കെ മാർക്കസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഗ്രൂപ്പിനെ കുറിച്ച് കേട്ടില്ലേ? ആ ലെവലിലേക്കൊക്കെ പോകും. അപ്പോൾ ഉപാസകനും ആ മനസ്സിന് ശരിയായ സാധനാപരമായ ഒരു ട്രെയിനിങ്, ആ ട്രെയിനിങ് മനസ്സിന് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് മനസ്സ് ഭഗവാനോട് ചേർന്നിരിക്കാൻ തയ്യാറാവുക. ചമ്പകന്തി ഗുരുകുലത്തിൽ വന്നു, തൊഴുതു, നമ്മൾ ശിവഗിരി പോയി തൊഴുതു, ഭഗവാനോട് ഭക്തി ഉണ്ടായി. ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളൊക്കെ നമ്മൾ അത്യാവശ്യം വായിക്കുകയോ പഠിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ജീവിതത്തിൽ, ചിന്തയിൽ, മനോഭാവത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ബാലകൃഷ്ണ സാറിൻ്റെ സംഭാഷണങ്ങളിൽ പല സ്ഥലത്ത് പറയുന്നുണ്ട്,
ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങളെ ദുഃഖം പിടികൂടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം യഥാർത്ഥത്തിൽ നിങ്ങൾ ഗുരുദേവകൃതി പ്രാക്ടീസ് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. ബാലൻ സാറ് പറയുന്നുണ്ട് അങ്ങനെ. ആ സംഭാഷണങ്ങൾ കേട്ടു നോക്ക്. നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളെ ദുഃഖം പിടികൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതി ശരിയായ രൂപത്തിൽ അതിനെ പ്രാക്ടീസ് ചെയ്യുന്നില്ല, ശരിയായ രൂപത്തിൽ അതിനെ പഠിക്കുന്നില്ല. അപ്പോൾ 3-ാം പദ്യത്തിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശ്വരൻ ആണ് ഹൃദയത്തിൽ എപ്പോഴും സഹജമായിട്ട് നിറച്ചു വെക്കേണ്ടത്, ലോകത്തെ അല്ല. നമുക്ക് വ്യവഹാരം വന്ന സമയത്ത് ലോകത്തിലേക്ക് ശ്രദ്ധയെ കൊടുക്കുക. ശ്രദ്ധയെ എവിടെ കൊടുക്കുന്നു അത് ഉള്ളിൽ പ്രകാശിക്കും. ഭാവന അനുഭൂതി നൽകുന്ന ഒരേ ഒരു ശാസ്ത്രമേ ഉള്ളൂ. കെമിസ്ട്രിയിൽ പറ്റില്ല, ഫിസിക്സിൽ പറ്റില്ല, ഒന്നിലും പറ്റില്ല. ആ വസ്തുവിൻ്റെ പ്രത്യക്ഷ ദർശനം ഭാവന കൊണ്ട് വരും. അത് ആധ്യാത്മിക ശാസ്ത്രത്തിലേ പറ്റുള്ളൂ. ആധ്യാത്മിക ശാസ്ത്രത്തിൽ ആ വസ്തുവിനെ നിരന്തരം ഭാവന ചെയ്താൽ അതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള അനുഭൂതി ജീവനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ ഉടനീളം ഉപാസകർ എന്ത് ചെയ്യണം? ഉടനീളം മനസ്സിൽ ഭഗവാന്റെ നാമം, ഭഗവാന്റെ തത്വവിചാരം, ഭഗവാന്റെ ചരിതം, അതിലൂടെ ജീവിതം ഒഴുകട്ടെ. അടുക്കളയിൽ നിൽക്കുന്ന ജോലി ചെയ്യുമ്പോഴും ആ സ്മരണയോടുകൂടി ചെയ്യാം, എന്ത് ചെയ്യുമ്പോഴും ആ സ്മരണയോടുകൂടി ചെയ്യാം. ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഭഗവാനിലേക്ക് വരിക. ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് ടൗൺ പ്ലാനിങ് ഓഫീസിൽ സൂപ്രണ്ടായിരുന്ന സുബ്രഹ്മണ്യ ഭക്തർ ഇരിപ്പുണ്ട്. അദ്ദേഹം എറണാകുളത്ത് സ്ഥിരം ക്ലാസ്സിൽ വന്ന ആളാണ്. നിങ്ങളെ കണ്ടില്ല, ഇപ്പോൾ ഇവിടെ വന്നാൽ പ്രദക്ഷിണമായിരുന്നു. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെ, ഒന്നും ചെയ്യാനില്ല സ്വാമി, അതുകൊണ്ട് ഇവിടെ കൺവെൻഷൻ വന്നു. ശരി, പിന്നെ ഒന്നും ചെയ്യാനില്ല സ്വാമി, അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കോഴ്സിന് ചേർന്നു. അപ്പം അതിൻ്റെ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞായറാഴ്ച ശാന്തിഭവനത്തിന് ആശ്രമത്തിൽ വലിയ സമൂഹ ശാന്തിഭവനം ഉണ്ടായിരുന്നു, എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പം ഒന്നും ചെയ്യാനില്ലല്ലോ, തെറ്റാണത്. ഇതീ പറയുന്നത് ചെയ്യാനുണ്ട്. എന്താണ്? ഭഗവത് സ്മരണയിൽ അമർന്നിരിക്കുക, അകത്തു നിറഞ്ഞിരുന്നി ഭഗവാനെ ഹൃദയത്തിൽ എപ്പോഴും ഇരുത്തുക. ലോക ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്തിട്ടാണ് എന്തൊക്കെയോ നേട്ടം ഉണ്ടാക്കാൻ പോണെന്നുള്ള ബുദ്ധി പോണം എന്ന് തന്നെയാണ് ഇവിടെ പറയാം. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് വെച്ചാൽ പുറമെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വരും എന്നുള്ളതാണ്. പുറമെയല്ല, അകമയാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. അകമ വരുത്തേണ്ട മാറ്റം എന്താ? സർവത്തിലും ശ്രേഷ്ഠ വസ്തുവായിട്ട് ഭഗവാനെ കാണാൻ ശീലിക്കണം. 4-ാമത്തെ പദ്യം. 4-ാമത്തെ പദ്യത്തിൽ പറയണത് കടൽ, അതും വർഷകാലത്തെ കടൽ. വർഷകാലത്തെ കടൽ തീർത്ത് പോയിരുന്ന പേടിയാവും, കാരണം കടൽ തന്നെ കറുത്ത് കിടക്കും. അപ്പോൾ വർഷകാലത്ത് ഇളകി മറയുന്ന കറുത്ത കടൽ. അപ്പോൾ അവിടെ പോയി നിൽക്കുകയാണ്. കളമുണ്ടൊരു കൊണ്ടലൊടൊത്ത കടൽ, കളമുണ്ട ഒരു കൊണ്ടൽ. മേഘം കറുപ്പുണ്ടു. ഇവിടെ കറുപ്പെല്ലാം ദുഃഖമാണ് കേട്ടോ. ആ മേഘത്തിനൊത്ത കടൽ, ആ കടലിന് പക്ഷേ അളവുണ്ട്, ആ പരിധിയുണ്ട്. ഗുരുദേവകൃതികളിൽ വളരെ ആവർത്തിച്ച് വരുന്നൊരു പദമുണ്ട് കേട്ടോ. ആ പദമാണ് സീമ നിനക്കുനഹി, നിനക്ക് അതിരില്ല, അതിരറ്റ, 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 അതിരറ്റ. അനേക സ്ഥലത്ത് വരുന്നുണ്ട്, കൃതി നോക്കി. അതിരറ്റ ഇഷ്ടപ്പെട്ടൊരു പ്രയോഗ ഭഗവാന്. അപ്പോൾ ഭഗവാന് അതിരില്ല. എന്നാൽ ഈ കടലിന് നമ്മൾ വളരെ വലുതാണെന്ന് വിചാരിക്കുന്ന കടലിന് പോലും അതിരുണ്ട്, ഭഗവാന് അതിരില്ല. എന്നിട്ട് പിന്നെ പറയണു, ഭഗവാൻ ഈ കാളകൂടോ വിഷമൊക്കെ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി കഴിച്ചു, അതുകൊണ്ട് ഭഗവാൻ കൃപാനിധിയാണ്. അപ്പോൾ 5-ാം പദ്യത്തിലേക്ക് സമാധ്യാനുഭൂതിയാണ് പറയണേ. അതുകൊണ്ട് 3-4 പദ്യങ്ങളിൽ ആ സമാധ്യാനുഭൂതിയിലേക്ക് ജീവനെ ആഴ്ത്താൻ വേണ്ടിയിട്ടുള്ള തത്വനിർദ്ദേശമാണ് വന്നത് 3-4 പദ്യങ്ങളിൽ. അപ്പം 4-ാം പദ്യത്തിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജീവൻ എപ്പോഴും ഓർക്കണം, സീമ നിനക്കുനഹി, കൃപാനിധിയെ. ഈ 2 കാര്യം എപ്പോഴും ഓർക്കണം. ഭഗവാൻ അനുപമമായ കൃപാനിധിയാണ്. ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ കണ്ണുകൾ ഇവിടെ ഈ ചെമ്പഴന്തിയിലെ ബന്ധുമിത്രാദികളെ പിരിയുമ്പോഴൊന്നും നിറയുന്നില്ല. ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ രാമൻ വൈദ്യരും കൃഷ്ണൻ വൈദ്യരും മാടനാശനും ഒക്കെ കൂടി പൈസ കൊടുക്കും കയ്യിൽ ഇവിടെ വെച്ച്.
ചെമ്പരന്തി വെച്ച് പൈസ കൊടുക്കും. പൈസ കൊടുക്കുമ്പോൾ ഗുരുദേവൻ പറയും, പണത്തെയും നമ്മയും നിങ്ങൾ ഒന്നിച്ച് പിരിയണ്ട, അതുകൊണ്ട് പണം അവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. ഇതാണ് ഇവർ പറയുന്നത്. ഒന്നിനു വേണ്ടിയോ കണ്ണു നിറഞ്ഞിട്ടില്ല. ജനിച്ചപ്പോൾ പോലും കരഞ്ഞില്ല. ജനിച്ചപ്പോൾ പോലും അവിടുന്ന് കരഞ്ഞില്ല. ദുഃഖം ആ ജീവിതത്തിലേ ഇല്ല. ജന്മം തന്നെ ആനന്ദം അവിടുത്തെ സഹജഭാവമായിരുന്നു. അങ്ങനെയുള്ള അവിടുത്തെ കണ്ണ് നിറയുന്നുണ്ട്. അവിടുത്തെ കണ്ണ് നിറയുന്നത് അനുകമ്പ കൊണ്ടിട്ടാണ്. അങ്ങനെയുള്ള 3-4 സന്ദർഭങ്ങളുണ്ട്. നമ്മളിവിടെ അത് പറഞ്ഞിട്ടുണ്ട് ചെമ്പഴന്തിയിലെ ക്ലാസ്സിൽ തന്നെ. അപ്പോൾ ശ്രീനാരായണ ഗുരു ആ കൃപാനിധിയാണ്. ആ കൃപ, ആ കാരുണ്യം, ആ അനുകമ്പ കൊണ്ടാണ് കണ്ണ് നിറഞ്ഞത്. ഒരു സന്ദർഭം പറയാം. ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദങ്ങളിലേക്ക് ഒരു ക്ഷേത്രം സമർപ്പിച്ചു. കാളികുളങ്ങര ദേവീക്ഷേത്രം, പറവൂരുള്ളത്. അപ്പോൾ അതിൻ്റെ സമ്മേളനം നടക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് സമ്മേളനമുണ്ട്. നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് സമ്മേളനം കൂടി, സമാപന സമ്മേളനം കൂടി പങ്കെടുത്തിട്ടാ പോകാവൂ. എല്ലാവരും അതിൻ്റെ ഭാഗമായിട്ടും കൂടി ഇരിക്കണം. അതിൽ കൂടി പങ്കെടുത്തിട്ടാ നമ്മൾ പോകാൻ പാടുള്ളൂ. ഇതൊരു യജ്ഞമാണ്. അരുവാൻ സ്വാമിയാണ് ഈ യജ്ഞത്തിന് തുടക്കം കുറിച്ചത്, കൺവെൻഷൻ. അത് ശുഭാംഗാൻ സ്വാമി വളരെ ഭംഗിയായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ഇന്ന് മാത്രമല്ല, ചെമ്പഴന്തി ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ശുഭാംഗാൻ സ്വാമിയാണ്. ഇന്ന് അമൃതാൻ സ്വാമി എത്രയോ വർഷങ്ങൾ തന്നെ പരിരക്ഷിച്ചു. അത് ഇന്ന് കാണുന്ന രൂപത്തിൽ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ കണ്ണിനെ കുളിരണിക്കുന്ന രൂപത്തിൽ വയൽവാരം കുടിലും ആ പരിസര പ്രദേശങ്ങളൊക്കെ ഒന്ന് നോക്കുക. എത്ര ഭംഗിയായിട്ടാണ്, ചിട്ടയായിട്ടാണ് ശുഭാംഗൻ സ്വാമി അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ പെരുങ്ങോട്ടകര ആശ്രമവും സ്വാമി വന്നതിന് ശേഷം അതിന് മുമ്പുള്ള ഫോട്ടോ നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പോഴുള്ള അതിൻ്റെ ചിത്രം നോക്കിക്കോളൂ. വളരെ മനോഹരമായിട്ട് ആ സ്ഥാപനവും സ്വാമി നിർമ്മിച്ചെടുത്തു. അപ്പോൾ കൺവെൻഷൻ്റെ ഭാഗമായിട്ട് അനേക വർഷങ്ങളായിട്ട് അരുവാൻ സ്വാമി തുടങ്ങി വെച്ച കൺവെൻഷൻ്റെ സമാപന ചടങ്ങ് ഇന്ന് നടക്കുമ്പോൾ അതിൽ കൂടി നമ്മൾ എല്ലാവരും പങ്കെടുത്തിട്ടേ പോകാവൂ. അപ്പോൾ ഈ സമ്മേളനം ഇങ്ങനെ നടക്കുക. അപ്പോൾ ആ സമ്മേളനത്തിൽ പറവൂര് ഭഗവാൻ വേദിയിലിരിപ്പുണ്ട്. അപ്പോൾ സത്യവ്രത സ്വാമി സ്വാഗതം പറയണം. സ്വാഗതം പറയുന്ന സമയത്ത് സത്യവ്രത സ്വാമി പറഞ്ഞു, തേവൻ മുതലായ ദളിത സമൂഹത്തിൽപ്പെട്ട ആളുകൾക്കും ഇനി ക്ഷേത്രത്തിൽ കയറാം. തേവൻ മുതലായ ദളിത സമൂഹത്തിൽപ്പെട്ട ആളുകൾക്കും ജനങ്ങൾക്കും ക്ഷേത്രത്തിൽ കയറാം എന്ന് പറഞ്ഞു. പറയപ്പിള്ളേർക്ക് സമുദായത്തിൽപ്പെട്ടവരും കയറാമെന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരുദേവൻ കൈകനെ ഉയർത്തിയിട്ട് ഗുരുദേവൻ പറഞ്ഞു. അപ്പോൾ മനസ്സിലായില്ല, സദസ്സല്ല നിശബ്ദമായി. അവിടെ നിന്ന് ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ കൈ ഉയർത്തി കഴിഞ്ഞപ്പോൾ സദസ്സല്ല നിശബ്ദമായി. ഭഗവാൻ പറഞ്ഞു, തേവനല്ല ദേവനാണ്. തേവനല്ല ദേവനാണെന്ന് പറഞ്ഞതും കോട്ടുകയൊക്കെ വേലാമാഷ എഴുതണുണ്ട്. ആ 2 കണ്ണും നിറഞ്ഞൊഴുകി. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ 2 കണ്ണുകളും നിറഞ്ഞൊഴുകി. അത്ര കണ്ട് കാരുണ്യത്തിൻ്റെ, അനുകമ്പയുടെ നിറകടലാണ് ഭഗവാന്റെ ഹൃദയം. അപ്പോൾ കൃപാനിധിയെ, ഭഗവാന്റെ കാരുണ്യത്തെ ഒരു ഭക്തൻ എപ്പോഴും ഓർക്കണം. പിന്നെ ഓർക്കേണ്ടത് സർവേശ്വരത്വം, സർവശക്തിത്വം, സർവവ്യാപിത്വം. ഇതാണ് ഭഗവാന്റെ മഹിമ. സർവേശ്വരത്വം, സർവശക്തിത്വം, സർവവ്യാപിത്വം. ഈ മഹിമ അതിരറ്റതാണ് ഭഗവാൻ. ഇതും ഓർക്കണം. സൃഷ്ടിസ്ഥിതി സംഹാര സ്വരൂപിയാണ് തൻ്റെ ഇഷ്ടദേവത എന്നെപ്പോഴും ഓർക്കണം. കാരുണ്യമൂർത്തിയാണ്. നിഗ്രഹാനുഗ്രഹ ശക്തിയോട് കൂടിയിട്ട് ഭഗവാൻ പ്രകാശിക്കുന്നു. എന്തും ഭഗവാനെ പ്രാർത്ഥിച്ചാൽ, ശ്രീനാരായണ ഗുരുവിനെ ഇന്നും എത്ര ആളുകൾ പറയണു, ഗുരുദേവനെ ഭക്തിയോടുകൂടി കണ്ണു നിറഞ്ഞ് ഒഴുകുന്ന ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചാൽ എന്ത് ദുഃഖവും തീരും, എന്ത് സങ്കടവും തീരും, എത്രയെത്ര അത്ഭുതങ്ങൾ ഇന്നും പറയാനുണ്ട്. അപ്പോൾ ഈ 4-ാം പദ്യത്തിൽ പറയുന്നത് 3-ാം പദ്യത്തിൽ പറഞ്ഞതിനേക്കാൾ കുറച്ചും കൂടി ആഴത്തിൽ പറയുകയാണ്. കുറച്ചും കൂടി ഈ പദ്യം ഭഗവന്മയമാണ്. ഈ പദ്യം ഓരോ പദ്യം കടന്ന് വരുന്തോറും ലോകം ഇങ്ങനെ മറിഞ്ഞു പോകും. ഭഗവാൻ ഇങ്ങനെ തെളിഞ്ഞു വരും. അതാണ് ഈ ഇതിൽ നമുക്ക് കാണാൻ പറ്റുക. ഇനി 5-ാമത്തെ പദ്യം. 5-ാമത്തെ പദ്യത്തിൽ അനങ്കരസക്കനി തട്ടിയെറിഞ്ഞ ഒരു പ്രയോഗമുണ്ട്. കഴലേകുക നീ. എൻ്റെ കൈ ഇപ്പം അശുദ്ധ, എൻ്റെ കൈ ഇപ്പം അശുദ്ധ.
കാരണം ഈ കൈ കൊണ്ട് ഞാൻ എന്താ പിടിച്ചിരിക്കുന്നത്? ഞാൻ അനങ്കരസക്കനി പിടിച്ചിരിക്കുക. അനങ്കരസക്കനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 3 കാര്യമുണ്ട്. അനങ്കരസക്കനി എന്ന് പറഞ്ഞാൽ ആ പഴത്തിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് വിഷയരാഗം, പിന്നെ വിഷയേന്ദ്രിയ സംയോഗം. അങ്ങനെ വിഷയേന്ദ്രിയ സംയോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടാകുന്ന വിഷയാനുഭവം. അപ്പോൾ വിഷയരാഗം, ഉള്ളിൽ വിഷയരാഗം ഇരിക്കുന്നു. ആ വിഷയരാഗം ഉള്ളിലുള്ള ആൾക്ക് മുമ്പിലൊരു ഇന്ദ്രിയ വിഷയം വരുമ്പോൾ ആ ഇന്ദ്രിയ വിഷയത്തിലേക്ക് ശ്രദ്ധ പോയി വീഴും. അപ്പോൾ ആ വിഷയവും ഇന്ദ്രിയമായിട്ട് സംയോഗം വരും. അങ്ങനെ ഇന്ദ്രിയവും വിഷയമായിട്ട് സംയോഗം വന്നാൽ മാത്രം എന്ത് ചെയ്യുന്നു? വിഷയാനുഭവം ജീവനുണ്ടാവുന്നു. ഇന്ന് 3 ചേർന്നതാണ് അനങ്കരസക്കനി. അപ്പോൾ ഈ വിഷയങ്ങളിലൂടെയുള്ള രസത്തെ ഇങ്ങനെ അനുഭവിച്ചിരിക്കുന്ന ഞാൻ സദാ വിഷയങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിഷയങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കൈ ശുദ്ധമല്ല. ഭഗവാൻ എന്ത് ചെയ്യണം? ഈ കയ്യിലുള്ള വിഷയങ്ങളൊക്കെ തട്ടിത്തെറിപ്പിക്കാനല്ല, ഈ അനങ്കരസക്കനിയെ തട്ടിത്തെറിപ്പിക്കണം. അത് അനങ്കരസക്കനി എന്ന് എന്തൊക്കെയുണ്ട്? വിഷയരാഗമുണ്ട്, വിഷയേന്ദ്രിയ സംയോഗമുണ്ട്, അതിനെ തുടർന്ന് ഈ വിഷയ സുഖ ആസ്വാദനമുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എന്നിൽ നിന്ന് ഒഴിവായി പോകണം. അതിൻ്റെ മൂലം എന്ന് പറയുന്നത് വിഷയരാഗമാണ്. ശ്രുതിമുതലാം തുരകം തൊടുത്തൊരാത്മപ്രതിമയെഴും കരണപ്രവീണനാളും. പിന്നെന്താ? രതിരഥമേറിയ ഹന്ത. രതിരഥം വിഷയരാഗമാവുന്ന തേര്. വിഷയരാഗമാണ് ഒരു ജീവൻ്റെ ഭഗവതാനുഭൂതിയുടെ ഏറ്റവും വലിയ തടസ്സം. അജ്ഞാനജന്യമായ അഹന്താജന്യമായ വിഷയരാഗം, അജ്ഞാനം അഹന്ത വിഷയരാഗം, അങ്ങനെ ഇരിക്കുക. അപ്പോൾ ആ വിഷയരാഗം, പിന്നെ വിഷയേന്ദ്രിയ സംയോഗം, പിന്നെ വിഷയാനുഭവം, ഇത് 3 ചേർന്ന അനങ്കരസക്കനി ഭഗവാനെ തട്ടിയെറിയണം. ഞാൻ നിരന്തരമായിട്ട്, എനിക്കെപ്പോഴും ആഗ്രഹമുണ്ട് ഭഗവാനെ സ്മരിക്കണമെന്ന്. പക്ഷേ ഭഗവാനെ സ്മരിക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കുമ്പോഴാണ് വൈകുന്നേരത്തെ സന്ധ്യയ്ക്ക് നാമം ജപിക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വൈകുന്നേരത്തെ സീരിയലിൻ്റെ കാര്യം ഓർമ്മ വരിക. അപ്പോൾ പിന്നെ വിചാരിക്കുന്നത് പിന്നെ സീരിയൽ കണ്ടിട്ട് ഇനി പ്രാർത്ഥന വന്നു വിചാരിക്കും. നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് നല്ല ഒരു ആഹാരം പാചകം ചെയ്യുന്ന മണം വരുന്നത്. എന്നാൽ പിന്നെ ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കും. എന്നുവെച്ചാൽ ഈ അനങ്കരസക്കനി ഇങ്ങനെ കയ്യിലിരുന്ന് അതിനെങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കണോ, ഇതുകൊണ്ട് തനിക്ക് ദുഃഖാനുണ്ടാവുക, തനിക്ക് നാശാനുണ്ടാവുക, താനേക ജന്മങ്ങൾ ദുഃഖിക്കും. ഇങ്ങനെയൊന്നും തൻ്റെ ഉള്ളിൽ വന്നില്ല. ഭഗവാനെ ദയവ് ചെയ്ത് ഈ ദുരിതാവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയിട്ട് എൻ്റെ ശ്രദ്ധാശക്തിയെ ഈ ലോക വിഷയങ്ങളിലേക്ക്, അനങ്കരസക്കനിയിലേക്ക് കലർന്നു പോകുന്ന നില ഇല്ലാതാക്കി തന്നാൽ, എന്നിട്ട് എന്തു വേണം? എന്നിട്ട് തനി മുക്തി പഴുത്തു ചുരിഞ്ഞൊഴുകും കനകക്കൊടിയ കടലേക്ക് ഒതുങ്ങി. ആ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ പാദങ്ങളെ പിടിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. അതിനുവേണ്ടിയ പാദം എനിക്ക് തരണം. ആദ്യം എന്ത് ചെയ്യണം? ഈ അനങ്കരസക്കനിയെ തട്ടിത്തെറിപ്പിച്ച് കളയണം. അതിനുശേഷം എന്ത് ചെയ്യണം? ആ പാദം തരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും സുഷുപ്തിയിൽ അനുഭവിക്കുന്ന ദുഃഖസ്പർശമില്ലാത്ത ആനന്ദം ജാഗ്രത്തിൽ അനുഭവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണം. സഹജ സമാധി അനുഭൂതി എനിക്ക് തന്നനുഗ്രഹിക്കണം. സഹജമായ ആനന്ദനില എനിക്ക് തന്നനുഗ്രഹിക്കണം. ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. അതാണ് ആ നില എനിക്ക് തരണം. പക്ഷെ ആ നിലയ്ക്ക് വലിയ തടസ്സമാണ് ഖണ്ഡസംവിത്ത് എന്നൊരു പേരുണ്ട് കാലത്തിന്. ഞാനിങ്ങനെ പദ്യം ഇങ്ങനെ അർത്ഥം പറഞ്ഞു വരുമ്പോൾ 4 മണിന്ന് ഇങ്ങനെ മനസ്സിൽ ഒരു ദിവസത്തേക്ക് വരും. ഖണ്ഡസംവിത്ത്, സംവിത്ത് എന്ന് പറഞ്ഞ ബോധം. ഖണ്ഡസംവിത്ത് കാലം എന്ന് വെച്ചാൽ മുറിക്കപ്പെട്ട ബോധം. ബോധം തന്നെയാണ് കാലമായിട്ട് നമ്മുടെ അനുഭവത്തിൽ മുറിഞ്ഞ അനുഭവമായിട്ട് വന്നു നിൽക്കുന്നത് എന്നാണ്. അപ്പോൾ ഈ ഒടുവിലെ പദ്യത്തിൽ പറയണു,
എനിക്ക് സമാധി മന്ദിരത്തിൽ പോയി, അല്ലെങ്കിൽ ചെമ്പഴന്തിയിൽ ഇവിടെ പ്രഭാതവേളയിലും സായന്തന വേളയിലൊക്കെ നടക്കുന്ന പ്രാർത്ഥനയിൽ വന്ന് പങ്കെടുക്കണം എല്ലാവരും. അങ്ങനെ പങ്കെടുക്കുമ്പോൾ ആ കോവിലിൽ അവിടെ അഭേദാന സമയം വന്നതിന് ശേഷം ഞാൻ ഇങ്ങോട്ടൊരു ബോർഡ് കണ്ടു. അപ്പോൾ ഒരു ബോർഡ് ചോദിച്ചു, അഭേദാന സ്വാമി ഇവിടെ ശബ്ദം എന്തിനു വേണ്ടിയാണ് സ്വാമി? അഭേദാന സ്വാമി ഇവിടെ ശബ്ദം എന്തിനാ ബോർഡിൽ? പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം. ബോർഡ് എഴുതി വെച്ചു. സ്വാമി വളരെ പ്രാർത്ഥനയിൽ ചെയ്യിക്കുന്ന ഒരാളാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളൊക്കെ കൂടി വർത്താനം പറഞ്ഞു. അപ്പോൾ സ്വാമിയോട് ബോർഡ് എഴുതി വെച്ചു. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, താഴെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റ് ലോകവിഷയങ്ങളൊന്നും വിചാരം ചെയ്യാതെ പൂജാവേളയിൽ നമ്മൾ ഭഗവാനീന്നൊരു നില വന്ന സമയത്ത് ആ നില നമുക്ക് നൈമിഷികമായിട്ട് വരുന്നു. ആ നില എനിക്ക് ജാഗ്രതയിൽ എപ്പോഴും ഉണ്ടാവും. ആ നിലയുടെ പൂർണ്ണത എല്ലാ ദിവസവും സുഷുപ്തിയിൽ വരുന്നുണ്ട്. ആ സുഷുപ്തിയിലെ ദുഃഖസ്പർശമില്ലാത്ത ആനന്ദസ്ഥിതി എനിക്ക് ജാഗ്രതയിൽ ഭഗവാനെ തന്നനുഗ്രഹിക്കണം. അത് പക്ഷേ ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും ശരി നടപടിയാവില്ല. ഭഗവാൻ കരുണ ചൊരിഞ്ഞ് ഈ അനങ്കരസക്കനിയെ തട്ടി നീക്കണം. എന്നുവെച്ചാൽ ഇപ്പം അനങ്കരസക്കനിയെ തട്ടി നീക്കിയിട്ട് വീട്ടിലെങ്ങനെ ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരമ്മ വീട്ടിലിരിക്കുക. ആ അമ്മ വീട്ടിലിരിക്കുമ്പോൾ ആ അമ്മയുടെ അനങ്കരസക്കനി നീങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയുടെ അന്ധകരണ വ്യാപാരം എങ്ങനെ ഇരിക്കും? അന്ധകരണ വ്യാപാരം എങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട് മുമ്പ് ജയിക്കുക, സർവത്തിലും ശ്രേഷ്ഠ വസ്തുവായിട്ട് ഭഗവാൻ പ്രകാശിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ സർവത്തിലും ശ്രേഷ്ഠ വസ്തുവായിട്ട് ഭഗവാൻ പ്രകാശിക്കുന്നതോട് കൂടിയിട്ട് മകനെ കണ്ടാലും മകളെ കണ്ടാലും അയൽക്കാരെ കണ്ടാലും അടുക്കള കണ്ടാലും അതെല്ലാം ഭഗവത് വിഭൂതിയായിട്ട് പ്രകാശിക്കും. ഭഗവത് വിഭൂതിയായിട്ട് പ്രകാശിക്കും. ചിന്മയാൻ സ്വാമി അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള പാലക്കാട്ട് നിന്ന് പോയ സ്വാമി ഉണ്ടല്ലോ, നമ്മളുടെ ഹിമഗിരി വിഹാരമൊക്കെ എഴുതിയ. അപ്പോൾ സ്വാമിയോട് ശിവാൻ സ്വാമിയല്ല, മറ്റേ ആൾ പാലക്കാട്ടുകാരൻ, മലയാളി. ഹിമാലയത്തിൽ കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയില്ല. എൻ്റെ പെട്ടെന്ന് തന്നെ നാവിലേക്ക് വന്നേയില്ല. അപ്പോൾ അതാണ് ഉച്ചയ്ക്ക് കഴിഞ്ഞ് പായസം കുടിച്ചാലും കുഴപ്പം. പായസം കുടിച്ച് കഴിഞ്ഞാൽ അത് ഗ്ലൂക്കോസാണ്. അത് കംപ്ലീറ്റ് ബ്രെയിനിൽ ഓവറായിട്ട് കയറി കഴിഞ്ഞാൽ ബ്രെയിൻ വർക്ക് ചെയ്യില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് പൊതുവേ നമ്മളുടെ ജോലി മൊത്തം ഇവിടെ നടക്കുക. അപ്പോൾ കംപ്ലീറ്റ് എനർജി ഇവിടേക്ക് ഇറങ്ങി പോവുകയും ചെയ്യും. ഹിമഗിരി വിഹാരം എഴുതിയ മനോഹരമായിട്ടുള്ള ഞാൻ പറയാം, കഴിയുന്നതിന് മുമ്പ് വരും. അപ്പോൾ ആ സ്വാമിയോട് ചോദിച്ചു. സ്വാമി പറഞ്ഞു, ഞാനിങ്ങനെ ഹിമാലയത്തിലൂടെ നടന്നു വരുന്ന സമയത്ത് ഒരു ദിവസം എതിർ സൈഡിലൂടെ ഗംഗോത്രിയിലേക്ക് പോകുന്നു. അപ്പോൾ എതിർ സൈഡിലൂടെ ഒരു 2 അടി വീതിയുള്ള ചെറിയ വഴി, ഒരു വശത്ത് ഗംഗ ആഴത്തിൽ ഒഴുകണം, ഒരു വശത്ത് ഹിമാലയം നിൽക്കണം. ഈ 2 അടി വീതിയുള്ള ചെറിയ വഴിയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ 5-6 കരടികൾ എതിരെ വന്നു. 5-6 കരടികൾ എതിരെ വന്നു. അപ്പോൾ കരടി എതിരെ വന്നു കഴിഞ്ഞപ്പോൾ ചിന്മയാൻ സ്വാമി ആകാംക്ഷയോട് ചോദിച്ചു, അപ്പോൾ അങ്ങേക്ക് ഭയം തോന്നിയില്ലയോ? പറഞ്ഞു, ആ വാക്കെങ്ങനെയാണ്? ആ കരടിയും ബ്രഹ്മാകാരത്തിലാണ് പ്രകാശിച്ചത്. ആ കരടിയും ബ്രഹ്മാകാരത്തിലാണ് പ്രകാശിച്ചത്. അതാണ് ഈ 5-ാം പദ്യത്തിലെ നില. മക്കളാവട്ടെ വീടാവട്ടെ എന്തു വരുമ്പോഴും നിത്യനിധിയുടെ ഭാഷയെ പറഞ്ഞ ഒരേ ഒരു ആനന്ദക്കടലിലെ പൊന്നലകളായി എല്ലാം പ്രകാശിക്കുന്ന നില. ഇത് യതിയുടെ വാക്കാണ് കേട്ടോ. ഒരേ ഒരു ആനന്ദക്കടലിലെ പൊന്നലകളായി എല്ലാം പ്രകാശിക്കുന്ന നില. അപ്പോൾ ആ നിലയിലേക്ക് ക്രമാനുഗതമായി വരാനായിട്ടുള്ള സ്റ്റെപ്പുകളാണ് അതിക്ക് മുമ്പിൽ പറഞ്ഞത്. ആ സ്റ്റെപ്പുകൾ കൂടി ഒന്ന് പറഞ്ഞ് ഒന്ന് മുകളിൽ നിന്ന് തൊട്ട് താഴേക്കൊന്ന് വന്നിട്ട് നമുക്കത് ഉപസംഹരിക്കാം എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ അവസാനമായിട്ട് പറഞ്ഞതാണ് ഈ കഴലേകുക. ഭഗവാനെ, അവിടുത്തെ പാവനമായ തൃപ്പാദങ്ങളെ അല്ലയോ ശ്രീനാരായണ ഗുരുദേവ എനിക്ക് നൽകണം. പക്ഷേ എനിക്ക് ആ പാദങ്ങളെ പിടിക്കണമെങ്കിൽ അങ്ങ് കരുണ ചെയ്ത്
ഈ അനങ്കരസക്കനിയെ തട്ടിയെറിഞ്ഞ് കളയണം. എനിക്ക് സദാസമയം എൻ്റെ മക്കള്, എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ ദേഹം, എൻ്റെ ഇമേജ്, ഇങ്ങനെയാണ് എൻ്റെ അന്ധക്കരണ വൃത്തി ഉണ്ടാവണേ. എന്തുകൊണ്ടാണ്? എൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷയരാഗം ഇരിക്കണം. ഈ വിഷയങ്ങളോടൊക്കെ രമിക്കാനായിട്ടുള്ള ആഗ്രഹം ഇരിക്കണം. ഭഗവാനെ അതൊക്കെ എൻ്റെ ഉള്ളിൽ നീക്കിയിട്ട് എൻ്റെ ഉള്ളിൽ ഭഗവാനോട് ശുദ്ധമായ ഭക്തിയെ നിറച്ചിട്ട് എൻ്റെ ശ്രദ്ധ നിരന്തരം അവിടെ നിന്നെടുക്കുവാൻ കരുണയുണ്ടാകണമേ. എൻ്റെ ശ്രദ്ധ ജാഗ്രതോ സ്വപ്നമോ സുഷുപ്തിയോ ഈ നാടകത്തിലെ ഒരു സീനും എടുക്കരുത്. ഈ ജാഗ്രത് നാടകത്തിലെ സീനുകളോ സ്വപ്ന നാടകത്തിലെ സീനുകളോ ഒന്നും എൻ്റെ ശ്രദ്ധ എടുക്കരുത്. ഇത് 3 സ്വപ്നമാണെന്നാണ്. എല്ലാം സ്വപ്നം തുല്യം എന്നല്ല ഒന്നും പറയാനില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതൊന്നും എൻ്റെ ശ്രദ്ധ എടുക്കരുത്. എൻ്റെ ശ്രദ്ധ എവിടേക്ക് മാത്രം ഒഴുകണം? ഭഗവാനിലേക്ക് മാത്രം ഒഴുകുന്ന നില എനിക്ക് തരണം, എന്നെ അനുഗ്രഹിക്കണം. അങ്ങനെ മാത്രമേ ഒരു ജീവന് ദുഃഖത്തിൽ നിന്ന് മോചനമുള്ളൂ. ശ്രദ്ധ ഭഗവാനിലേക്ക് സഹജമായി ഒഴുകുന്ന നില വരും വരെ ദുഃഖം തുടരും, ജന്മം തുടരും. ആ നില വരും വരെ അഹന്ത ഉണ്ടായിരിക്കും. ഞാൻ വ്യക്തിയാണ്, ദേഹമാണെന്നുള്ളത് ഉണ്ടായിരിക്കും. അഹന്ത ഉള്ള കാലം വരെ ദുഃഖവും ജന്മങ്ങളും തുടർന്നു പോകും. അപ്പം അഹന്തയ്ക്കും ഇതന്തയ്ക്കും അവസാനം ഉണ്ടായിട്ട് ആ അറിവിലമർന്ന് അത് മാത്രമായിട്ട് എനിക്ക് ഇരിക്കാനായിട്ട് എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ എന്ന ഹൃദയമൊരുകുന്ന പ്രാർത്ഥനയാണ് ആ അവസാനത്തെ പദ്യത്തിലുള്ളത്. ഇനി ഒന്നുകൂടി മോളിൽ നിന്നോട്ട് ഒന്നുകൂടി പറയാം. ജീവിതത്തിൽ ഈ പദ്യം ഒരു വലിയ ഒരു സാധന നടത്തുന്ന, ഉപാസന നടത്തുന്ന ആളുകൾക്ക് വലിയൊരു വഴിവിളക്കാണ്. ഞാൻ പറഞ്ഞു, ഇത് ഈ പദ്യം ശരിക്കും ശിവലിംഗ സ്വാമിയുടെ നോട്ട് ബുക്കിൽ നമുക്ക് കിട്ടുന്നത്. ശിവലിംഗ സ്വാമിയുടെ നോട്ട് ബുക്ക് ഏകദേശം ഒരു 150 പേജുണ്ട്. അതിൽ നിറയെ ഉപാസനാ മന്ത്രങ്ങളാണ്, നിറയെ ഉപാസന മന്ത്രങ്ങളാണ്. അപ്പോൾ എവിടെ നിന്ന് കിട്ടിയത്? ഭഗവാന്റെ സന്നിധിയിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു ഔപനിഷിതമായിട്ടുള്ള സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ട് ഉപാസനയോട് കൂടിയിട്ട് ജീവിക്കുന്ന ജീവന്മാർക്ക് വഴിവിളക്കായിട്ട് ഭഗവാൻ കൊളുത്തിവെച്ച അതിഗംഭീരമായിട്ടുള്ള ഈ 5 പദ്യങ്ങൾ ഉള്ള ഈ കൃതിയിലൂടെ ഒന്നുകൂടി മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ട് നമുക്കത് ഉപസംഹരിക്കാം. ഒന്ന്, എല്ലായ്പ്പോഴും നമ്മൾ ഓർക്കണം, ഈ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നതെന്ന് വെച്ചാൽ എന്നും പ്രശ്നങ്ങളാണ് നമുക്ക്, എന്നും ഓരോരോ ദുരിതങ്ങളാണ്. ഇപ്പം ഞാൻ തന്നെ കുറച്ച് മുമ്പ് തൊണ്ടവേദനയൊക്കെ ഒന്ന് വന്ന്, അപ്പോൾ അതൊക്കെ ഒന്ന് ശമിച്ച് വന്നപ്പോൾ ഉണ്ട് കഷ്ടകാലത്തിന് ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് കാലിന് ഇൻഫെക്ഷൻ വന്നു. അപ്പോൾ കാലിപ്പോൾ മുടന്തിയാണ് നടക്കണേ, കഷ്ടകാലം നോക്കണം. അപ്പോൾ ഇത് ഓരോരോ ജീവന്മാർക്ക് ഓരോരോ ദുരിതങ്ങളായിട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ വിഷമിക്കുക. അപ്പോൾ എപ്പോഴും വിഷമിക്കണം. മനസ്സിന് സാന്ത്വനമായിട്ട് ഒരു ദിവ്യമായ അമൃതം ഭഗവാൻ പകർന്നു തരണു. ഗുരുദേവൻ പറയുന്നത് വിഷമിക്കണ്ട, ഇത് ഭഗവാൻ തന്നെ ആടുന്ന ദിവ്യമായൊരു നാടകമാണ്. വാസ്തവത്തിൽ ഭഗവാനിലിരുന്നു കൊണ്ട് നിങ്ങൾ ഭഗവാൻ തന്നെ ആടുന്ന ഒരു നാടകം കാണുകയാണ്. അമ്മയുടെ മടിയിരുന്നുകൊണ്ട് കുട്ടി എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് ദുഃഖിച്ച് വിഷമിച്ച് നാടകം കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗുരുദേവൻ തിരുത്തുകയാണ്. ഗുരുദേവൻ പറഞ്ഞു, ഇതൊരു നാടകമാണ്, ഇത് സത്യമല്ല, നാടകമാണ്, ഭഗവാൻ ആടുന്ന നാടകമാണ്. ഇതെല്ലാ നടന്മാരായിട്ടും വന്നത് ഭഗവാൻ തന്നെയാണ്. ജനനി നവരത്ന മഞ്ജരിയുടെ 6-ാം പദ്യത്തിൽ ഇത് അങ്ങനെ തന്നെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഈ ഞാനും ഈ വന്നിരിക്കുന്ന എല്ലാം ഭഗവതി തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ഞാനായതും. അപ്പോൾ കാണുന്നവനായ ഞാനും എൻ്റെ മുമ്പിലുള്ള ഈ കാഴ്ചയും ഒക്കെ എന്ത് തന്നെയാണ്? ഭഗവാനാടുന്നൊരു നാടകത്തിൻ്റെ ഭാഗമാണ് എന്നറിഞ്ഞ് ഭഗവാനെ ശരണാഗതി പ്രാപിക്കൂ. അപ്പോൾ മനസ്സിൽ എപ്പോഴും ഉറപ്പിക്കണം, ഈ ലോകം സത്യമല്ല, ഈ ലോകം സ്വപ്നതുല്യമാണ്. ഈ ലോകമാവുന്ന നാടകത്തിന് രചന, സംവിധാനം, തിരക്കഥ, ഈ അനേക വേഷം കിട്ടിയ ആടൽ, ഇതെല്ലാം ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കണു എന്ന് തിരിച്ചറിഞ്ഞ് ഈ ലോകം ഭഗവാനാടുന്ന ആനന്ദകരമായിട്ടുള്ളൊരു നാടകമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വരുമ്പോഴത്തിനും എല്ലായിടത്തും ഭഗവന്മയമായിട്ട് കാണാനുള്ള ശേഷി വരുമ്പോഴത്തിനും മനസ്സിലെ തീ കുറച്ച് അണഞ്ഞ് കുറച്ച് ഭക്തി ശ്രദ്ധയൊക്കെ നമുക്കുണ്ടാവും.
പിന്നെ പറയണു, നമ്മളെപ്പോഴും ഓർക്കണം, ഇതൊരു ഇപ്പോൾ വയസ്സായി കഴിഞ്ഞ ആളുകൾക്ക് എന്താ പണിയെന്ന് വെച്ചാൽ, പണ്ടൊക്കെ ഇപ്പം ശിവഗിരിയിലൊക്കെ ഞാൻ 89 തൊട്ടിട്ട് ശിവഗിരിയിൽ 89 തൊട്ട് അവിടെ മഠത്തിൽ അന്തേവാസിയായിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് വന്നും പോയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഈ ഊട്ടുപുരയിലൊക്കെ വിളമ്പാനൊക്കെ ഒരു ഹിഡുംബനമ്മാവെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രായമുള്ള കാരണവന്മാരൊക്കെ ഉണ്ടാകുമായിരുന്നു, ഒരു തട്ടിയുള്ളൊരു കാരണവന്മാരൊക്കെ ഉണ്ടാകുമായിരുന്നു. പിന്നെ വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്ക് ആർക്കും ആശ്രമത്തിൽ വന്നെന്നോ സേവ അനുഷ്ഠിക്കണമെന്നൊന്നോ അല്ല, ബർമൂടൊക്കെ ഇട്ട് ബനിയനൊക്കെ ഇട്ട് ഗ്ലാസ്സൊക്കെ മേടിച്ച് കഴുത്തി കെട്ടി തൂക്കിയിട്ട് ടൂർ പോവുക. എല്ലാ ആളുകൾക്കും വയസ്സായി കഴിഞ്ഞാൽ പോലും ഒരാൾക്കും ഈശ്വര ചിന്തയോ ഈശ്വര ബുദ്ധിയോ ഒന്നും വരണേയില്ല. യാത്ര പോവുക, ടൂർ പോവുക. ഇപ്പം ഇവിടെ പറയണു, ഇത് ഇത്രയും വലിയ അപകടം പിടിച്ചൊരു സ്ഥലമാണെന്ന് അറിയില്ലാത്തത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യണം. ഇത് വളരെ അപകടം പിടിച്ചൊരു സ്ഥലമാണ്. ഇവിടെ ദുഃഖമാണ് സഹജഭാവം. ഇവിടെ സുഖത്തിൻ്റെ വർണ്ണക്കടലാസ് പൊതിഞ്ഞിങ്ങനെ വെച്ചേക്കണു, ഗ്ലാമറസ് ആയിട്ട് എല്ലാം ഉള്ളിലിരിക്കുന്ന ദുഃഖ. എന്തുമ്മ തൊട്ടാലും അതൊക്കെ ഒടിഞ്ഞു വീഴും, എന്തിനെ ആശ്രയിച്ചാലും അതൊക്കെ ഒടിഞ്ഞു വീഴും. അങ്ങനെയുള്ളിടത്ത് ദേഹത്തെ ആശ്രയിക്കാൻ പറ്റില്ല, ചുറ്റുമുള്ള വിഷയങ്ങൾ എന്താശ്രമിച്ചാലും ഒക്കെ ഒടിഞ്ഞു വീഴും. അങ്ങനെയുള്ളൊരിടത്ത് ഇത് കരുംകടലാണ്, ദുഃഖക്കടലാണ്. ആ ദുഃഖക്കടലിൽ പൊതിയാതെ നമുക്ക് ജീവിതയാത്രയിൽ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകണമല്ലോ. എൻ്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ നിൻ്റെ പരമപദം പ്രാപിക്കുന്നതിനും ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കഷ്ടപ്പാട് കൂടാതെ ഈ ലോകജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയി ഭഗവാൻ നമ്മളെ സംരക്ഷിച്ച് പൊതിഞ്ഞ് പിടിക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. നമ്മൾ ഈ പൊരുള്, ഉടമ്പ്, മക്കൾ, ഉയർത്തിരൽ മുതലായി അഹന്തയും ഇതന്തയും പടർത്തി ലോക വിഷയങ്ങളെ ഇങ്ങനെ പാവൽ ചെടി വള്ളി കൊണ്ട് കെട്ടി വെച്ചേക്കുന്ന പോലെ നമ്മളിവിടെ കെട്ടി വെച്ചിട്ടുണ്ടല്ലോ, ആ പരിപാടി അവസാനിപ്പിക്കണം. ഈ ലോക വിഷയങ്ങളെ അഹം എന്നോ ഇതമെന്നോ മമ എന്നോ വെച്ചിട്ട് നമ്മളോട് കെട്ടിവെക്കുന്നുണ്ടെങ്കിൽ അത് ബോംബ് നമ്മൾ മേടിച്ച് ശരീരത്തിൽ കെട്ടിവെക്കുന്ന പോലെയാണ്, പരമദുരിതത്തിലെ കാരണമാവുക. അപ്പോൾ ഇതിനെ കെട്ടിവെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് താതാത്മ്യഭാവം വരിക, പിന്നെ അതിനെ ആശ്രയിക്കുക. ഈ താതാത്മ്യഭാവം വരലും ആശ്രയിക്കലും ഒഴിവാക്കണം. മക്കൾ എനിക്ക് ഭഗവാൻ വളർത്താൻ എന്നെ ഏൽപ്പിച്ചിരിക്കണു, ഞാൻ വളർത്തണം. വീട്ടിൽ ഉള്ള ബന്ധുക്കൾക്ക് ചോറും കറിയൊക്കെ വെച്ച് കൊടുക്കണം. ഭഗവാൻ ചോറും കറിയും വെക്കാൻ ഏൽപ്പിച്ചേക്കണം, ഞാനത് ചെയ്യണം. ഇങ്ങനെ അഹന്താ മമതകളില്ലാതെ ഈ ലോകത്ത് ഇരിക്കുന്ന ഒരാളെ ദുഃഖക്കടലിൽ ഭഗവാൻ പൊതിഞ്ഞ് പിടിക്കും. ഇനി പിന്നെ പറയണമെന്ന് വെച്ചാൽ, കുടിക്ക് മരും കുടിനീർ തട്ടി, അതൊരു വല്ലാത്തൊരു പ്രയോഗമാണ്. വിഷയരസങ്ങളെ ഇങ്ങനെ നിരന്തരം ആസ്വദിച്ചുകൊണ്ട് ഇരിക്കുകയല്ല ജീവിതത്തിൽ വേണ്ടത്. അപ്പോൾ ഭഗവാൻ ഒരിക്കലും ഹൃദയത്തിൽ പ്രകാശിക്കില്ല. ഭഗവാൻ ഉള്ളിൽ പ്രകാശിച്ചാൽ ആനന്ദം സഹജമാവും, ഉള്ളിൽ നിന്ന് ശാന്തി ഉണ്ടാവും, ഉള്ളിലെപ്പോഴും ആനന്ദം ഉണ്ടാവും. നിർവൃത്തി പഞ്ചകം എന്നൊരു കൃതിയുണ്ട്, നിർവൃത്തി ഉണ്ടാവും. ഇംഗ്ലീഷിലൊരു വാക്കും അതിന് തുല്യമായിട്ടില്ല നിർവൃത്തി എന്നുള്ളതിന്. നിർവൃത്തി ഉണ്ടാവും, സംതൃപ്തി ഉണ്ടാവും, ശാന്തി ഉണ്ടാവും ഭഗവാൻ പ്രകാശിക്കാൻ തുടങ്ങുമ്പോൾ. ആ ഹൃദയത്തിലേക്ക് അഹന്ത കൊണ്ടും ഇതന്ത കൊണ്ടും ലോകവിഷയങ്ങളെ കൊണ്ടുവച്ച് ഈ കുപ്പയൊക്കെ ഒന്ന് വാരി ഉള്ളിലിട്ടാൽ അവിടെ ഭഗവാൻ വന്ന് ഇരിക്കാൻ പറ്റില്ല. അകത്ത് നിറഞ്ഞിരുന്നി ഭഗവാനെ എൻ്റെ ഉള്ളിൽ നിന്ന് ഈ കുപ്പയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഭഗവാൻ വന്ന് ഇരിക്കുന്നതിന് കരുണയുണ്ടാവണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയാണ് ഇതിൽ പറയുന്നത്. ഭഗവാനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക, ഭഗവാനെ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും അവിടുന്ന് പ്രകാശിക്കണം, എൻ്റെ ബുദ്ധിയിൽ ഭഗവാൻ എൻ്റെ ഹൃദയത്തിൽ വന്ന് പ്രകാശിക്കുക എന്നർത്ഥം. ദൈവദശകത്തിൻ്റെ 8-ാം പദ്യത്തിൽ ആവർത്തിച്ച് പറഞ്ഞ പദമുണ്ടല്ലോ, ജയിക്കുക ജയിക്കുക ജയിക്കുക. സർവത്തിലും ശ്രേഷ്ഠ വസ്തുവായി ഭഗവാൻ പ്രകാശിക്കാൻ തുടങ്ങുമ്പോഴാണ് ഭഗവാൻ ഹൃദയത്തിൽ വരിക. അടുത്ത പടിയായിട്ടാണ് ആ ജീവന ആഴത്തിലുള്ള സമാധി അനുഭൂതി വരിക. ഇനി 4-ാം പദ്യത്തിൽ പിന്നെ പറഞ്ഞു, ഭഗവാൻ കൃപാനിധിയാണെന്ന് എപ്പോഴും ഓർക്കണം. അപ്പം തന്നെ ഭഗവാനെ യാതൊരു വിധത്തിലുള്ളതായിട്ടുള്ള
ഭഗവാന്റെ മഹിമയ്ക്ക് അതിരുമില്ല. എന്നുവെച്ചാൽ ഭഗവാനെ ആശ്രയിച്ചാൽ തീരാത്ത ഒരു പ്രശ്നവും ലോകത്തില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഒരു ഭക്തൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അവസാനം പറയണം, എനിക്ക് എന്തുണ്ടാവണം ഭഗവാനെ? എനിക്ക് ഈ ദുഃഖങ്ങളിൽ നിന്നൊക്കെ മോചനം ഉണ്ടാവണം, എനിക്ക് ആനന്ദത്തിന് സഹജസ്ഥിതി ഉണ്ടാവണം. അതിനെയാണ് ഈ കഴലേകുക. സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള അവിടുത്തെ ശ്രീപാദങ്ങളെ തൊടുന്ന നിമിഷം തന്നെ എൻ്റെ ജീവിതം പൂർണ്ണമായ ആനന്ദസമ്പൂർണമായിട്ട് ആനന്ദക്കടൽ പൊങ്ങി ഇതാ പായുന്നു എന്ന് ഭഗവാൻ സ്വാനുഭവഗീതി പറഞ്ഞ പോലുള്ള നില എനിക്ക് വന്നു ചേരും. അതിനെന്നെ അനുഗ്രഹിക്കണം. പക്ഷേ അതിന് തടസ്സമായിട്ടുള്ളത് ഞാൻ തന്നെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ളിൽ വിഷയരാഗമുണ്ട്, പിന്നെ വിഷയേന്ദ്രിയ സംയോഗമുണ്ട്, പിന്നെ വിഷയരസ അനുഭൂതി. അതിങ്ങനെ അനുഭവിക്കുന്ന പരിപാടിയുണ്ട്. വെറുതെ ഇരുന്നപ്പോൾ ഞാൻ ഭഗവാൻ അറിയാതെ TV കണ്ടു, അറിയാതെ മൊബൈലെടുത്ത് വാട്സപ്പ് നോക്കും. നാമമൊക്കെ ജപിച്ച് കഴിയുന്നതിനിടയ്ക്ക് തന്നെ ഒരു പക്ഷേ അറിയാതെ ഫേസ്ബുക്ക് പേജിൽ കയറി നോക്കി പോകും. അപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും എൻ്റെ ശ്രദ്ധ ഈ 3 കാര്യങ്ങളിലേക്ക് പോകണം. അതാണ് അനങ്കരസക്കനി. അനങ്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാമദേവൻ. കാമത ശാരീരിക രതിയുടെ എന്നുള്ള അർത്ഥത്തിൽ വിഷയരാഗത്തിൻ്റെ എന്ന അർത്ഥത്തിലാണ്. വിഷയാസക്തി. ആ വിഷയാസക്തിയുടെ ദേവൻ്റെ കനി എന്ന് വെച്ചാൽ അതിൽ വിഷയരാഗമുണ്ട്, വിഷയേന്ദ്രിയ സംയോഗമുണ്ട്. വിഷയേന്ദ്രിയ തുടർന്നുണ്ടാകുന്ന വിഷയ അനുഭവമുണ്ട്. ഇത് 3 ചേർന്നാണ്. അപ്പോൾ ഇത് 3 എനിക്ക് മാറ്റി നിർത്താൻ കഴിയണമെങ്കിൽ വിഷയരാഗം എൻ്റെ ഉള്ളിൽ നിന്ന് പോകണം. വിഷയരാഗം എൻ്റെ ഉള്ളിൽ നിന്ന് പോകണമെങ്കിൽ രാഗമോ ദ്വേഷമോ ഇല്ലാതെ ഈ ലോകത്ത് ഇരിക്കാൻ കഴിയുന്ന അനുകമ്പാപൂർണമായ നില എനിക്ക് വരണം. അനുകമ്പയുടെ പ്രത്യേകത അത് അനുകമ്പ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വാസനയുടെ വിഷയവാസനയുടെ മുദ്ര ഒരിക്കലും പതിയില്ല. അനുകമ്പ പ്രാക്ടീസ് കഴിഞ്ഞാൽ അനുകമ്പ ദശകം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ എടുത്തിട്ടുള്ളതാണ്. അനുകമ്പ ദശകം നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ എൻ്റെ ഉള്ളിൽ അഹന്താമമതകളില്ലാതെ ഈ വിഷയങ്ങളോട് യാതൊരു പറ്റലുമില്ലാത്ത ഒരു നില തന്നിട്ട് അങ്ങനെ ശുദ്ധമായ അന്ധകരണം കൊണ്ട്, ശുദ്ധമായ കൈ കൊണ്ടിട്ട്, ശുദ്ധമായ അന്ധകരണം കൊണ്ടിട്ട്, കൈ എന്ന് വെച്ചാൽ ഉപകരണം. എൻ്റെ ഉപകരണം എന്താണ്? ഭഗവാനെ പ്രാപിക്കാൻ എൻ്റെ മനസ്സ് തന്നെ, എൻ്റെ അന്ധകരണം തന്നെ. ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണാഗതി ചെയ്ത് ആ അനുഭൂതിയിൽ മുങ്ങി ആനന്ദാനുഭൂതിയോടുകൂടി ജീവൻ മുക്ത നിരയിലിരുന്ന് എൻ്റെ ശരീരധാരണ കാലഘട്ടം പൂർത്തിയാക്കാൻ എന്നെ അനുഗ്രഹിക്കണം. ഈ ചെമ്പഴന്തി ഗുരുകുലത്തിൻ്റെ സമീപവാസികളായി ജനിക്കാൻ കഴിഞ്ഞത് പൂർവ്വജന്മ പുണ്യമാണ്. ഭഗവാന്റെ ഈ സന്നിധി കിട്ടിയത് എത്രയോ ജന്മങ്ങളിൽ കരഞ്ഞിട്ടാണ് കിട്ടിയേക്കണത്. എല്ലായ്പ്പോഴും ഭഗവാനോട് ആ ഭക്തിയോടുകൂടി ജീവിച്ച് പാദങ്ങളിൽ ചേരുവാൻ ഭഗവാൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഇളം ചുവപ്പ് നിറമാറുന്ന പാവനമായ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു.